പുതിയ ഭക്തി പ്രസ്ഥാനക്കാരുടെ വരവോടുകൂടി ശിവനാണോ വലുത് വിഷ്ണു ആണോ വലുത് എന്നുള്ള തർക്കം എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ചില ആൾക്കാർ പറയും, ഓ എന്റെ ഗുരുവായൂരപ്പനാണ് ഏറ്റവും വലുത്, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചില ആൾക്കാർ, ഓ ഗുരുവായൂരപ്പൻ മഹാദേവനാണ് വിളിക്കേണ്ടത്, ചെയ്യാൻ അതിന്റെ മുകളിൽ ദേവനില്ല, മഹാദേവൻ മതി. ഇങ്ങനെ മൂർത്തികളുടെ പേര് പറഞ്ഞ് പണ്ട് ഉണ്ടായിരുന്നത് പോലെ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഭാഗവതം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര കണ്ടിഷ്ടമുള്ള ഒരാള് വേറെ ഇല്ല. എന്തും ഇഷ്ടമാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൻ അമ്മ ശ്രീപാർവതി ചിലപ്പോ അസൂയോട് ചോദിക്കും ഭഗവാനത്ത്, ഭഗവാനെ ഞാനാണോ ഗുരുവായൂരപ്പനാണോ അങ്ങക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഭഗവാൻ ചിരിക്കും, ഉത്തരം പറയില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തെറ്റും. സാക്ഷാത് ശ്രീ മഹാദേവൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഗുരുവായൂരപ്പന്റെ കഥകളാണ്. ഭഗവാൻ പറയുന്നത് എന്താ? എനിക്ക് ചൈതന്യമൊന്നും വേണ്ട, എനിക്ക് ഒരു ആരോഗ്യം വേണ്ട, എനിക്ക് എന്റെ കണ്ണന്റെ കഥകൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാന് ഗുരുവായൂരപ്പനാണോ വലുത്, താനാണോ വലുതെന്നുള്ള ഭേദഭാവം ഒരിക്കലില്ല. നമ്മൾ 9 ദിവസമായിട്ട് ശിവപുരാണം കേൾക്കുന്നു. ഭാരതീയ ധർമ്മത്തിൽ നിരവധിയായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. 4 വേദങ്ങൾ നമുക്കുണ്ട്, ഉപനിഷത്തുകളുണ്ട്, പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്. ഒരുപാട് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ തന്നെ വേദങ്ങൾ ഏറ്റവും അമൂല്യമായിട്ടുള്ള അറിവുകളുടെ കേന്ദ്രമായിട്ട് കരുതപ്പെടുന്നു. ഉപനിഷത്തുകൾ അതിന്റെ കുറച്ചുകൂടെ ഒരു ലൈറ്റർ വേർഷൻ, കുറച്ചുകൂടെയൊക്കെ ഒന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാവം. അത് കഴിഞ്ഞ് പുരാണങ്ങൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഭാവം. അത് കഴിഞ്ഞ് ഇതിഹാസങ്ങൾ ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാവം. അങ്ങനെ പറയും. വേദങ്ങൾ എല്ലാവർക്കും ചിലപ്പോൾ വായിച്ച മനസ്സിലായിക്കോണമെന്നില്ല. അപ്പൊ ആചാര്യന്മാർ എന്ത് ചെയ്തു? അതിനെ ഒന്നുകൂടെ ഒന്ന് ലൈറ്റ് ആക്കി, അല്ലെ? നമ്മള് ചിലപ്പോ വെള്ളം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യില്ലേ ചില ആഹാര പദാർത്ഥങ്ങൾ, ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി. അത് കഴിഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ പറഞ്ഞു, അയ്യോ ഉപനിഷത്തും എനിക്ക് മനസ്സിലാവുന്നില്ല, ഭയങ്കര ടഫാണ്, കട്ടിയാണ്. അപ്പൊ അതിനെ കുറച്ചുകൂടെ ലൈറ്റ് ആക്കി. പുരാണങ്ങൾ വായിച്ചിട്ട് കുറെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ഒന്നുകൂടെ ലൈറ്റ് ആക്കി ഇതിഹാസം. പൊതുവിൽ പറയും വേദങ്ങൾ എന്ന് പറയുന്നത് പ്രഭു സംഹിതകളാണ് എന്ന് പറയും. പ്രഭു സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യജമാനൻ എങ്ങനെയാണോ സ്വന്തം തൊഴിലാളിയോട് ഉത്തരവിടുന്നത് അതുപോലെ വേദങ്ങൾ സംസാരിക്കും. നീ അത് ചെയ്യ്, ഇത് ചെയ്യ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ നിയമങ്ങൾ ഉണ്ടാവും വേദത്തിൽ. ഉപനിഷത്തുകളും ഏതാണ്ട് അതുപോലെ തന്നെ. അതുകൊണ്ടാണ് അതിനെ പ്രഭു സംഹിതകൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ പുരാണങ്ങൾ സുഹൃത്ത് സംഹിതകളാണ്. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് പറയുന്നത് പോലെ നിങ്ങൾ പറഞ്ഞു സ്നേഹത്തോടെ, എടാ നീ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ താൻ ഇങ്ങനെ ചെയ്യും, ഇതല്ലേ നല്ലത്, ഇതൊന്ന് ചെയ്ത് നോക്കിക്കൂടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന ഗ്രന്ഥങ്ങളാണ് പുരാണം. എന്നാൽ ഇതിഹാസങ്ങളെ പൊതുവെ വിളിക്കുക കാന്താ സംഹിതകൾ എന്നാണ്. എന്ന് വെച്ചാല് ഭാര്യ ഭർത്താവിന് എന്നതുപോലെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ. ഒന്ന് പ്രഭുവാണ്, ഒന്ന് സുഹൃത്താണ്. അവസാനത്തെ ലെയറിലേക്ക് വന്നപ്പോ ഭാര്യയും ഭർത്താവും പോലെ അടുപ്പായി. നോക്കൂ ഇങ്ങനെ ചെയ്തൂടെ. ചിലപ്പോ കുറച്ച് കുത്തുവാക്കൊക്കെ ഉണ്ടാവും, ചിലപ്പോ ദേഷ്യപ്പെടും. എന്നാലും നമ്മുടെ ആത്യന്തികമായിട്ടുള്ള നന്മയാണ് ഇതെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത്. അതിൽപ്പെട്ട പുരാണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരാണമാണ് നിങ്ങൾ ഇവിടെ 9 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇനിയും 2-3 ദിവസം കൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ശ്രീമദ് മഹാശിവപുരാണം. പുരാണങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനിങ്ങനെ ടോപ്പ് 10 ഓർഡർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എങ്കിലും ആചാര്യന്മാർ പറയുന്നു 4ാമത് വരുന്നത് ശ്രീമദ് മഹാശിവപുരാണമാണ്. 5ാമത് വരുന്ന പുരാണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ഏതാ? ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ച് പോവില്ല, അങ്ങനെ കരുതുക വേണ്ട. ശ്രീമദ് ഭാഗവതം, പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപം എന്ന് പറഞ്ഞിട്ട് നമ്മള് പാടും, അല്ലെ? സപ്താഹം നടക്കാറില്ലേ? പോയല്ലേ നിങ്ങള്? അത് 5ാമത് വരുന്ന പുരാണമായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിനെ കണക്കാക്കുന്നത്. 4ാമത് വരുന്ന പുരാണമായിട്ടാണ് ശിവപുരാണത്തെ കണക്കാക്കുന്നത്. എത്ര പുരാണങ്ങളുണ്ട് നമുക്ക്? 18 ഉണ്ട്, അല്ലെ? ഈ 18 പുരാണങ്ങളിൽ ഓർത്തോളൂ, 10 പുരാണങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് മഹാദേവനാണ്. 4 പുരാണങ്ങളാണ് ഗുരുവായൂരപ്പന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഒരു പുരാണം മുരുകന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു, ഒരു പുരാണം ബ്രഹ്മാവിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു, ഒരു പുരാണം ദേവിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അങ്ങനെ 18 പുരാണങ്ങൾ നമുക്കുണ്ട്. അതിൽ നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രീമദ് ശിവപുരാണം വെറും ശിവപുരാണമല്ല, ശ്രീമദ് മഹാശിവപുരാണം എന്ന് തന്നെയാണ് ആചാര്യന്മാർ എഴുതിയിരിക്കുന്നത്. നമ്മൾ ശ്രീമദ് ഭാഗവതല്ലേ പറയാം.
ഇവിടെ അങ്ങനെ ശ്രീമത് ശിവപുരാണല്ല, ശ്രീമത് മഹാശിവപുരാണം. അത് അത്രയും പ്രാധാന്യം കൂടുതൽ. 1,00,000 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ മഹാശിവപുരാണം മഹാദേവൻ തന്നെയാണ് അത്ര ആദ്യമായിട്ട് അതിന്റെ ആചാര്യനായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം എന്റെ പേരുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് എനിക്കുള്ള വ്യാസമഹർഷി 24,000 ശ്ലോകങ്ങളായിട്ടുള്ള ഗ്രന്ഥമാക്കി 7 സംഹിതകളുടെ രൂപത്തിൽ ആ ഗ്രന്ഥത്തെ പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമായിട്ട് എങ്ങനെയാണോ ഭാഗവതം വിളങ്ങുന്നത്, അതുപോലെ പ്രത്യക്ഷ മഹേശ്വര സ്വരൂപമായിട്ട് ആ ശ്രീമത് മഹാശിവപുരാണത്തെ നമ്മുടെയൊക്കെ കൈകളിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ കഥാകഥനങ്ങളും അതിലുള്ള തത്വചിന്തകളെ കുറിച്ചൊക്കെയുള്ള പല ചർച്ചകളാണ് ഇത്തരത്തിലുള്ള ആധ്യാത്മിക സത്രങ്ങളിൽ നടക്കുന്നത്. ഞാൻ കുറച്ചൊന്ന് നീട്ടി പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ട് വേണം നമ്മളിലേക്ക് പോകാൻ. ഇവിടെ നടക്കുന്ന ഒരിക്കലും ഒരു യജ്ഞം മാത്രമല്ല. ഇവിടെ നോക്കൂ, ഇതിന്റെ പേരിട്ടിരിക്കുന്നത് സത്രം എന്നാണ്. സാധാരണ നമ്മൾ പറയാം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം അല്ലെങ്കിൽ നവാഹയജ്ഞം അല്ലെ. ഈ യജ്ഞവും ഈ സത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ നടക്കുന്നത് സത്രമാണ്, യജ്ഞം മാത്രമല്ല. യജ്ഞമുണ്ട്, അതിന്റെ കൂടെ തന്നെ സത്രവും നടക്കും. യജ്ഞത്തിന് നമ്മൾ ഈ പറയുന്ന പോലെ പാരായണം ഉണ്ടായിരിക്കും, അതിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരിക്കും, അങ്ങനെ ആ ചടങ്ങുകൾ കഴിയും. സത്രമാകുമ്പോഴോ അവിടെ നിരവധിയായിട്ടുള്ള ആചാര്യന്മാർ വന്ന് ഓരോ ദിവസവും അവരവരുടെ വീക്ഷണങ്ങൾ അതിനെക്കുറിച്ച് പറയും. ശ്രീമദ് ഭാഗവത മഹാസത്രം ആണ് നടക്കുന്നതെങ്കിൽ ഭഗവാന്റെ ഓരോ കഥകളും നിങ്ങൾക്ക് ഓരോ ആചാര്യന്മാരായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞില്ല. ഓരോ ആചാര്യന്റെ വീക്ഷണങ്ങൾ മാത്രമല്ല നമുക്ക് കിട്ടുന്നുണ്ടാവുക. വേറൊരാൾ വന്ന് വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയും, അടുത്തൊരാൾ വന്ന് വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയും. അതുകൊണ്ട് തന്നെ സാധാരണ യജ്ഞങ്ങളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഭാഗ്യം ചെയ്യണം സത്രങ്ങളിൽ പങ്കെടുക്കാൻ. നിങ്ങൾ എല്ലാവരുടെയും ഭാഗ്യം ആലോചിച്ചു നോക്കും. നിങ്ങളൊരു മഹാസത്രത്തിൽ പങ്കെടുക്കാൻ ശ്രീമദ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ച ആൾക്കാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾ എല്ലാവരും. അതുകൊണ്ടാണ് ആദ്യം നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിച്ചത്. ഈ ഒരു സത്രത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചു. അതും സാക്ഷാൽ ശ്രീ മഹാദേവന്റെ കഥകൾ പറയുന്ന ഈ മഹാസത്രത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഗുരുവായൂരപ്പന്റെ കഥകൾ പറയുന്നതാണെങ്കിലും ദേവിയുടെ കഥകൾ പറയുന്നതാണെങ്കിലും ഒക്കെ നല്ലത് തന്നെ. ഞാൻ ഇതിന്റെ സംഘാടകരെ കൂടി വളരെയധികം പ്രശംസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ വരുന്ന നാട്ടിലൊക്കെ പൊതുവിൽ കാണുന്നത് എല്ലായിടത്തും ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ളത്, സ്വീകാര്യതയുള്ളത് ശ്രീമദ് ഭാഗവതത്തിനാണ്. ഏത് ക്ഷേത്രം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അവിടെയൊക്കെ തന്നെ വർഷത്തിൽ ഒരിക്കൽ വൈശാഖത്തിലോ ഏതൊരു സമയത്തോ ശ്രീമദ് ഭാഗവത സപ്താഹം നടക്കും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ക്ഷേത്രം ചിലപ്പോൾ ദേവിയുടെ ആയിരിക്കും, ആ ക്ഷേത്രം ചിലപ്പോ മഹാദേവന്റെ ആയിരിക്കും, ആ ക്ഷേത്രം ചിലപ്പോ അയ്യപ്പസ്വാമിയുടെ ആയിരിക്കും. അവിടെ ഭാഗവതം വായിച്ചെന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, നോ ഇഷ്യൂസ്. ഭഗവാൻ അത്ര കണ്ട് സന്തോഷിക്കും. ആരും ഇപ്പൊ ഇവിടെ ഭഗവത് സപ്താഹത്തിലൊരു ഭഗവാൻ എത്രയോ സന്തോഷിക്കും മഹാദേവൻ. കാരണം ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വൈഷ്ണവനാണ് ശിവൻ. ഭഗവാൻ സദാ ധ്യാനിക്കുന്നത് ഗുരുവായൂരപ്പനെയാണെന്നൊരു വിശ്വാസം. തിരിച്ച് ഗുരുവായൂരപ്പൻ യോഗനിദ്രയിൽ ആ അനന്തന്റെ പുറത്തിങ്ങനെ കിടന്ന് ധ്യാനിക്കുന്നത് തിരിച്ച് മഹാദേവനെയാണെന്ന് വിശ്വാസം. അപ്പോ ഭഗവാന്റെ കഥ, മഹാവിഷ്ണുവിന്റെ കഥ ശിവന്റെ സന്നിധിയിൽ വെച്ച് പറയുമ്പോ തീർച്ചയായിട്ടും കൈലാസനാഥനായിട്ടുള്ള ഭഗവാൻ സന്തോഷിക്കും, ഒരു തർക്കമില്ല. പക്ഷേ ഭഗവാൻ സന്തോഷിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല ഇത്തരത്തിലുള്ള യജ്ഞങ്ങൾ നടത്തുന്നതിലൂടെ സംഘാടകരും യജ്ഞം നടത്തുന്ന ആൾക്കാരും ഉദ്ദേശിക്കുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട്, ആ ക്ഷേത്രത്തിലെ ചൈതന്യം വർദ്ധിക്കണം. അല്ലെ, നമ്മൾ ഇവിടെ വന്ന് മഹാദേവനോട് ഭഗവാനെ എന്റെ കുട്ടിക്ക് ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അപ്പോയിന്റ്മെന്റ് ഓർഡർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാനുള്ള അനുഗ്രഹ ശക്തി, ചൈതന്യം അത്രത്തോളം കൂടുതലായിരിക്കണം. അങ്ങനെ കൂടുതലായിരിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥയുള്ളൂ, ആ മൂർത്തിയെ കുറിച്ചുള്ള ഗ്രന്ഥമായിരിക്കണം ആ ക്ഷേത്രത്തിൽ ആദ്യം പാരായണം ചെയ്യണം. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യാൻ ഉത്തമമായിട്ടുള്ള ഗ്രന്ഥം ശ്രീമദ് മഹാശിവപുരാണം തന്നെയാണ്. എന്ന് വെച്ചാൽ ഭാഗം തെറ്റാണെന്നല്ല, ഭഗവാൻ സന്തോഷിക്കും. സന്തോഷം വേറെ, ചൈതന്യം വേറെ, രണ്ടും രണ്ടെണ്ണമാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടാവുന്നത് നമുക്ക് ഇഷ്ടമുള്ളവരെ പറഞ്ഞല്ലേ. എനിക്ക് ലഡ്ഡു ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ പാൽപ്പായസം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുടിച്ചിട്ട് എന്റെ അവസ്ഥ ഏകദേശം എങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ പറയുന്നുള്ളതാണ്. ഇഷ്ടം വേറെ, ഹിതം വേറെ, രണ്ടും രണ്ടാണെന്ന്
മനസ്സിലാക്കാം. ഇവിടെ ഇരിക്കുന്ന മഹാദേവന്റെ ചൈതന്യം കൂടണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ സന്തോഷിക്കുകയല്ല വേണ്ടത്, ഭഗവാന്റെ ഉള്ളിലേക്ക് മന്ത്രരൂപത്തിലുള്ള ആ ശബ്ദം ഭഗവാന്റെ വിഗ്രഹം ആഗിരണം ചെയ്യണം. അതിന് ശിവപുരാണം തന്നെയാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം ഇനി നടക്കട്ടെ, തീർച്ചയായിട്ടും നടക്കണം. എന്റെ ഗുരുവായൂരപ്പന്റെ കഥ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നത് എനിക്ക് എത്രത്തോളം സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ആദ്യം ഇവിടെ നടക്കേണ്ടത് ശിവപുരാണം തന്നെയാണ്. അത് കൃത്യമായിട്ട് ഇവിടെ നടന്നു വരുന്നു. അതിന് തയ്യാറായിട്ടുള്ള ഇവിടുത്തെ സംഘാടകരെ ഞാൻ ഒരിക്കൽ കൂടി പ്രവർത്തിക്കും. നല്ല കാര്യമാണ് ചെയ്യുന്നത്, വളരെ നല്ല കാര്യം. ഇനി ഭാഗവതം ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത വർഷം ഭാഗവതം നടത്താം. അയ്യോ ചൈതന്യം കുറഞ്ഞു പോകും, അങ്ങനെ കരുതണ്ട. ഒരു തവണയെങ്കിൽ ഒരു തവണ ആ മൂർത്തിയുടെ ഗ്രന്ഥം, ആ മൂർത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആധ്യാത്മിക ഗ്രന്ഥം നിങ്ങളോട് പാരായണം ചെയ്തോ മതി. ഇനി നിങ്ങൾക്ക് ആവശ്യം പോയാവും, പക്ഷെ ഭഗവാനെ മറന്നുപോലും. കാരണം ഞാനിത് പറയാൻ കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാട് ഏറ്റവും അധികം ഈ മൂർത്തികളുടെ വലിപ്പ ചെറുപ്പം നോക്കി നമ്മൾ തന്നെ നമ്മുടെ ധർമ്മത്തെ പുറകോട്ട് കൊണ്ടുപോകുന്ന സമയമാണ്. അത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു രീതി പുതിയ ഭക്തി പ്രസ്ഥാനക്കാരുടെ വരവോടുകൂടി ശിവനാണോ വലുത് വിഷ്ണു ആണോ വലുത് എന്നുള്ള തർക്കം എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ചില ആൾക്കാർ പറയും, ഓ എന്റെ ഗുരുവായൂരപ്പനാണ് ഏറ്റവും വലുത്, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചില ആൾക്കാർ, ഓ ഗുരുവായൂരപ്പൻ മഹാദേവൻ നാം വിളിക്കുന്നത് ചെയ്യാം, അതിന് മുകളിലൊരു ദേവനില്ല, മഹാദേവൻ മതി. ഇങ്ങനെ മൂർത്തികളുടെ പേര് പറഞ്ഞ് പണ്ട് ഉണ്ടായിരുന്നത് പോലെ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്ന് വിളിക്കുന്ന ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന എല്ലാ ഈശ്വരന്മാരെയും ആരാധിക്കുന്ന ഈ ധർമ്മമൊക്കെ ഈ രീതിയിലായിട്ട് വളരെ ചുരുക്കക്കാരായിട്ടുള്ളൂ. മനസ്സിലാക്കണം നിങ്ങൾ. പണ്ട് കാലത്ത് ശിവൻ ഒരു മതം, വിഷ്ണുവിന് അവരുടെ ഒരു മതം, വൈഷ്ണവ മതം, ശാക്തേയർക്ക് ദേവി ഉപാസിക്കുന്നവർക്ക് അവർക്കൊരു മതം, സുബ്രഹ്മണ്യനെ ഉപാസിക്കുന്നവർക്ക് കൗമാരൻ അവർക്കൊരു മതം, ഗണപതി ഉപാസിക്കുന്നവർക്ക് ഗാണപത്യം അവർക്കൊരു മതം. ഇങ്ങനെ ഓരോരോ മതങ്ങളാക്കിയിട്ട് ഓരോരുത്തരും സ്വന്തം ദൈവങ്ങളുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തമ്മിയൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ ധർമ്മത്തിൽ. അതിനെയൊക്കെ ഏകീകരിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ഒന്നാണെന്ന് നമുക്ക് പറഞ്ഞു തന്ന വലിയൊരു ആചാര്യൻ ഉണ്ടായിരുന്നു, സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യൻ. ആ ശങ്കര ഭഗവത്പാദരുടെ വരവോട് കൂടിയിട്ടാണ് ഈ മതങ്ങളെയൊക്കെ തന്നെ ഏകീകരിച്ചുകൊണ്ട് ഇന്ന് നാം കാണുന്ന സനാതന ധർമ്മത്തിന്റെ ആദ്യത്തെ രൂപം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പോ ഭഗവത്പാദർ ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ, ആ ആശയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ തകർക്കാൻ തക്ക രീതിയിൽ മൂർത്തികളുടെ പേര് പറഞ്ഞ് തമ്മിൽ തരുന്ന രീതിയിലേക്ക് പുതിയ ഭക്തി പ്രസ്ഥാനങ്ങളുടെ വരവോടുകൂടി നമ്മുടെ ആധ്യാത്മിക രംഗം മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. നോക്കൂ, ഇവിടെ ഇരുന്ന് മഹാവിഷ്ണുവിന്റെ നാമം ചൊല്ലിയാൽ, വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ, ഭാഗവതം വായിച്ചാൽ ഭഗവാൻ ഇഷ്ടപ്പെടില്ല, ശിവൻ അത് താല്പര്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് ശിവനെ കുറിച്ചുള്ള അർച്ചനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, തീർച്ചയായിട്ടും അത് വേണം, അത് ചെയ്യണം. പക്ഷെ ഈ രണ്ടാമത് പറഞ്ഞ വാദം നിലനിൽക്കില്ല. ഏത്? മഹാവിഷ്ണുവിന്റെ കീർത്തനങ്ങൾ, മഹാവിഷ്ണുവിനെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ രൂപം വെച്ച് ആരാധിക്കുന്ന രീതി, ഇതൊന്നും ശിവക്ഷേത്രത്തിൽ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനോട് അനുകൂലിക്കാൻ നമുക്ക് സാധിക്കില്ല. പ്രത്യക്ഷത്തിൽ ഭഗവാൻ തന്നെ അത് കാണിച്ചിട്ടുണ്ട്. ഭഗവാൻ മഹാദേവന് കുറെ പേരുകൾ നിങ്ങൾക്കറിയാം അല്ലെ? നമ്മൾ നീലകണ്ഠൻ എന്ന് വിളിക്കും, ചന്ദ്രചൂഡൻ എന്ന് വിളിക്കും, പിനാകിനി എന്ന് വിളിക്കും, പശുപതി എന്ന് വിളിക്കും, മഹാദേവ എന്ന് വിളിക്കും, ഒരുപാട് പേര് വിളിക്കും. ഭഗവാനുള്ള ഏറ്റവും വിശേഷപ്പെട്ട ഒരു പേരാണ് ഭാഗവത പ്രിയനാണ് ഭഗവാൻ. ഭാഗവതം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര കണ്ടിഷ്ടമുള്ള ഒരാള് വേറെ ഇല്ല. എന്തൊരു ഇഷ്ടമാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൻ അമ്മ ശ്രീപാർവതി ചിലപ്പോ അസൂയോട് ചോദിക്കും ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ ഞാനാണോ ഗുരുവായൂരപ്പനാണോ അങ്ങക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഭഗവാൻ ശരിക്കും ഉത്തരം പറയില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തെറ്റും. അത്ര ഇഷ്ടമാണ് ഭഗവാൻ. നോക്കൂ, ഇതേ പൂന്താനത്തിന്റെ ഒരു കഥ പറഞ്ഞു കേട്ടു. പൂന്താനം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സപ്താഹത്തിന് പോയൊരു കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അദ്ദേഹം കൊട്ടിയൂർ അമ്പലത്തിൽ ഭാഗവത സപ്താഹം നടത്താൻ വേണ്ടി പോയി. അങ്ങനെ അദ്ദേഹം പാരായണം തുടങ്ങി, ഓരോരോ സ്കന്ധങ്ങളായിട്ട് തീർന്നു തുടങ്ങി. ദശമസ്കന്ധെത്തി, ഭഗവാന്റെ കൃഷ്ണാവതാരം വർദ്ധിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഭാഗലീലകളൊക്കെ വർദ്ധിച്ചു. അത് കഴിഞ്ഞ് രുക്മിണി സ്വയംവരം വരെ പൂർത്തിയാക്കി പിറ്റേ ദിവസം വായിക്കേണ്ട അധ്യായം
ഭാഗവതത്തിലെ ദശമസ്കന്ധത്തില് കർഹിജിത്ത് അധ്യായം എന്ന് പറഞ്ഞൊരു അധ്യായമാണ്. അതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ കൃഷ്ണനും രുക്മിണിയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണൊക്കെ ഉണ്ടാവുന്ന ഒരു രംഗമുണ്ട് ഭാഗവതത്തില്. അതാണ് ആ രംഗം. അപ്പൊ പൂന്താനം അന്നേ ദിവസം വൈകുന്നേരം കർഹിജിത്ത് അധ്യായം വായിച്ച് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ അവിടെ ഒരു മാർക്കർ, ഒരു ബുക്ക് മാർക്ക് വെച്ചു. അദ്ദേഹം വിശ്രമിക്കാനായിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ വന്നു, ഗ്രന്ഥം തുറന്നു. രുക്മിണി സ്വയംവരത്തിന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ, അല്ലെങ്കിൽ കർഹിജിത്ത് അധ്യായത്തിന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിലാണ് മാർക്ക് ഇരിക്കുന്നത്. അദ്ദേഹം ആലോചിച്ചു, ഞാൻ ഇന്നത് വായിച്ചിട്ടല്ലേ നിർത്തിയത്, ഇതെങ്ങനെയാണ് ഈ സാധനം മാറ്റി വെച്ചതാരാണ്, ഇവിടെ ആരും വന്നിട്ടില്ല, ഞാൻ വെച്ച കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എന്റെ ഓർമ്മപ്പെശകായിരിക്കും വിചാരിച്ച് അന്നും അദ്ദേഹം തലേന്ന് വായിച്ചത് മുഴുവൻ വായിച്ചു. വൈകുന്നേരം എത്തിയപ്പോ കർഹിജിത്ത് അധ്യായമായി, അത് വായിച്ചു. സാധാരണ പോലെ മാർക്കർ വെച്ചു, അടച്ചു, തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ വന്നു, ഗ്രന്ഥം തുറന്നു. എന്തൊക്കെയാണോ ഇന്നലെ വായിച്ചത് അതേ സ്ഥലത്ത് വീണ്ടും മാർക്കർ ചെയ്തു. ഇത്തവണ പൂന്താനത്തിനെ പറ്റിക്കാൻ പറ്റില്ല. ഓർമ്മയുണ്ടായിരുന്നു, അവിടെ ഒരു കുട്ടി, ഒരു ഗീണ്ടപ്പൻ കുട്ടി, കുറച്ച് കിഴക്കൊക്കെ തടിയിൽ കുട്ടി, ഒരു കുഞ്ഞു കുട്ടി. ആ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, ഞാൻ ഇന്നലെ ഇതുവരെ വായിച്ചിട്ടാണ് ഈ മാർക്കർ, ഈ പുസ്തകത്തിന്റെ ഏട് ഇങ്ങോട്ട് തിരിച്ചു വെച്ചത്. ഞാൻ ഇന്ന് രാവിലെ വരുമ്പോ ഇത് വീണ്ടും പഴയതുപോലെ വെച്ചിട്ടുണ്ട്. നീ ആണോ ഇത് വെച്ചത്, അതോ വെച്ച ആള് നിനക്ക് അറിയും? അതാണ് ചോദ്യം. കുട്ടി പറഞ്ഞത്, എന്താണ് പൂന്താനം മാമ പറയണത്? ഇതൊന്നും മുതൽ വായിച്ചിട്ടില്ല. ഇന്ന് മുതൽ വായിക്കേണ്ടത് തന്നെയാണ് ആ സാധനം ഇരിക്കുന്നത്, ഇത് തന്നെ വായിക്കേണ്ടത് പറഞ്ഞു. ആ പൂന്താനം ആ കുട്ടി ഇത്ര ആധികാരികമായിട്ട് പറയുന്നതുകൊണ്ട് കുട്ടിയാണ്, അതിന് നല്ല ഓർമ്മയുണ്ട്. ആ കുട്ടി പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ച് അന്നും ഇതൊക്കെ വായിച്ചു. കർഹിജിത്ത് എത്തി വൈകുന്നേരം ആയപ്പോ അടച്ചു വെച്ചു, പോയി. പിറ്റേന്ന് രാവിലെ വന്നു. പിറ്റേന്ന് വന്നപ്പോഴും ഗ്രന്ഥത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗത്താണ് ബുക്ക് മാർക്ക് ചെയ്യുന്നത്. പൂന്താനത്തിന് മനസ്സിലായി, എന്നെ പറ്റിക്കുകയാണ്, ഇനി ഇതിന് നിന്ന് കൊടുക്കാൻ എന്നെ കിട്ടില്ല. കുട്ടിയും കാണാനില്ല, ആരെയും കാണാനില്ല. ചോദിക്കാന്ന് വെച്ചാൽ പൂന്താനം പറഞ്ഞു, എന്നെ പറ്റിക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കില്ല. ആരോ ഒരാള് ഞാൻ അറിയാതെ എന്റെ ഗ്രന്ഥത്തിന്റെ മാർക്കർ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ആരായാലും ഇത് എന്നോട് ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഞാൻ 4 തവണയായി ഒരേ സാധനം വായിക്കുന്നു. അതുകൊണ്ട് എന്നെ പറ്റിക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് ഭാഗവതം വായന നിർത്തിയിട്ട് പോയി. കൊട്ടിയൂർ ആരാ പ്രതിഷ്ഠ? ശിവനാണ്. അറിയില്ല എങ്ങനെയുള്ള ശിവൻ? ദക്ഷയാഗത്തിൽ കഴിഞ്ഞ് നിൽക്കുന്ന ശിവനാണ് അല്ലെ? അത്ര കണ്ട് രൗദ്രമുള്ള ഭാഗം. അങ്ങനെ പൂന്താനം ഈ പകുതിക്ക് വെച്ച് ഭാഗം ഇട്ടിട്ട് അദ്ദേഹം പോയി. അങ്ങാടിപ്പുറത്തേക്ക് പോകുന്നതിന്റെ ഇടയിൽ എപ്പോഴോ സഞ്ചി തപ്പി നോക്കി, കനം കാണുന്നില്ല. ഭാഗവതം മറന്നുപോയി അമ്പലത്തിൽ വെച്ചിട്ട്. അന്നത്തെ പോലെ ഇവിടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറിൽ പോയിട്ട് ശ്രീമദ് ഭാഗവതം 500 ആ ഏർപ്പാട് അന്നത്തെ കാര്യത്തിൽ നടക്കില്ല. ഒരു ഗ്രന്ഥം കിട്ടണമെങ്കിൽ തപസ്സരിക്കണം. ഒരു ഗ്രന്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഗ്രന്ഥം അത്ര പവിത്രമായിട്ട് നോക്കുക. ഇവിടെ ആചാര്യന്മാർ നോക്കുക, എത്ര ഭംഗിയായിട്ട് പ്രത്യക്ഷ സ്വരൂപമാണ് ഭഗവാന്റെ, അങ്ങനെ നോക്കേണ്ട ഗ്രന്ഥം. അതാ മറന്നു വെച്ചപ്പോൾ. ഇനിയിപ്പോ ഇങ്ങനെയുള്ള ജീവിതത്തിൽ കിട്ടുമെന്ന് അറിയില്ല. കാരണം ഇത്രയും കാലമായിട്ട് ലോകത്തുള്ള മുഴുവൻ ദിവ്യസ്ഥാനങ്ങളിലും സപ്താഹം നടത്തിയിട്ടുള്ളത് ആ ഗ്രന്ഥം ഉപയോഗിച്ചിട്ടാണ്. ആ ഗ്രന്ഥം മറന്നു വെച്ചു. വേറെ ഒന്നും വാങ്ങാനുള്ള വകുപ്പില്ല. ആ ഗ്രന്ഥത്തോടുള്ള അറ്റാച്ച്മെന്റ് കൂടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു, പോട്ടെ, വന്ന വഴിയൊക്കെ തിരിച്ചു പോവാം, ആ ഗ്രന്ഥം എടുത്തിട്ട് ഇല്ലത്തേക്ക് പോവാം. അങ്ങനെ വയ്യാത്ത പൂന്താനം വീണ്ടും വടിയൊക്കെ കുത്തി കൊട്ടിയൂർക്ക് തിരിച്ചു നടന്ന് അദ്ദേഹം ആ നമസ്കാര മണ്ഡപത്തിന്റെ അടുത്തെത്തിയപ്പോ കണ്ടൊരു കാഴ്ച, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. സാക്ഷാൽ ശ്രീ മഹാദേവൻ ഒരു ആവണപ്പലകയുടെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് മുമ്പില് പൂന്താനത്തിന്റെ ഗ്രന്ഥം വെച്ച് കർഹിജിത്ത് അധ്യായം വായിച്ച് കേൾപ്പിക്കുകയാണ്. തൊട്ട് മുമ്പില് സാക്ഷാൽ ഭഗവതി ശ്രീപാർവതി അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ ഒക്കത്ത് നല്ല തടിച്ചൊരു കുട്ടി, ഒരു ഉണ്ണി ഗണപതി അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ പൂന്താനം ഭഗവാനെ കണ്ടു. ഭഗവാൻ പൂന്താനത്തിനെ കണ്ടിട്ടില്ല എന്നാണ് വെപ്പ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കണം. പൂന്താനം പറഞ്ഞു ഭഗവാൻ എന്താണ് വായിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. പൂന്താനം അങ്ങനെ നോക്കുന്ന സമയത്ത് ഭാഗവതത്തിലെ ആ പ്രശസ്തമായിട്ടുള്ള രുക്മിണി കൃഷ്ണന്മാരുടെ വഴക്ക് സാക്ഷാൽ ശ്രീ മഹാദേവൻ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കാത്ര അമ്മയെ. വായനയൊക്കെ കഴിഞ്ഞ് ഗ്രന്ഥം മടക്കിയിട്ട്, ഭഗവാൻ നിങ്ങളുടെ
ഭഗവാൻ മഹാദേവൻ, ഈ തട്ടയത്തിലെ ഭഗവാൻ അമ്മയോട് ചോദിച്ചുത്രേ, ഉമ്മേ എങ്ങനെയുണ്ട് എന്റെ ഭാഗവതം വായന എന്ന് ചോദിച്ചുത്രേ. അമ്മ ഉണ്ണി ഗണപതി ഒന്നുകൂടെ ഇങ്ങനെ മുറുകി പിടിച്ചിട്ട് പറഞ്ഞത്രേ, പൂന്താനം വായിക്കുന്ന അത്ര പോരാ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എനിക്കും തോന്നി അങ്ങനെ തന്നെയാണ്. അപ്പൊ അമ്മ ചോദിച്ചത്ര, പാവം ഈ പൂന്താനത്തിന്റെ ഗ്രന്ഥം ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് എന്തിനാണ്? അദ്ദേഹം പാവം അത് വായിച്ചിട്ട് പൊക്കൂടെ? അദ്ദേഹത്തിന്റെ പാവം വയ്യാത്തതല്ലേ, വയസ്സായ ആളല്ലേ, എന്തിനാണ് ഇങ്ങനെ വായിപ്പിക്കുന്നത്? ഭഗവാൻ പറയാം, ഉമ്മ എത്ര വായിച്ചിട്ടും അദ്ദേഹം വായിക്കുന്ന ആ ഭഗവാന്റെ കഥകൾ പറയുന്നത് കേട്ട് എനിക്ക് മതിയാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ തവണയും ആ ഗ്രന്ഥം തിരിച്ചു വെച്ചുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും ഈ ഭാഗവതം എടുക്കാൻ വേണ്ടി ഇവിടെ വരുമല്ലോ, അപ്പൊ അദ്ദേഹത്തോട് പറയാമെന്ന് കരുതിയിട്ടാണ്. ഒക്കെ കേട്ടോണ്ട് ആരുന്നുണ്ട്. എന്താണ് നോക്കൂ, ദക്ഷിണാമൂർത്തിയാണ് ഭഗവാൻ മഹാദേവൻ. ഏതറിവും ഭഗവാന്റെ അടുത്ത് നിന്നാണ് തുടങ്ങുന്നത്. ലോകത്തിന്റെ മുഴുവനും ഗുരുനാഥനുണ്ടെങ്കിൽ അത് മഹാദേവനാണ്. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ എന്നാണ് പറയാ. ശിവൻ തുടങ്ങിയിട്ടാണ് ഗുരുക്കന്മാരുടെ പരമ്പര തുടങ്ങുന്നത്. അങ്ങനെ ലോകത്തിന്റെ മുഴുവൻ ഗുരുവായിരിക്കുന്ന ഭഗവാനാണ് ആരെ സർട്ടിഫൈ ചെയ്യുന്നത്? പൂന്താനത്തിനെ സർട്ടിഫൈ ചെയ്യുന്നത്. എന്ത്? ഞാൻ വായിച്ചാൽ പോലും പൂന്താനം വായിക്കുന്ന അത്ര പോരാ. ആലോചിച്ചു. അപ്പൊ ഭഗവാൻ ഇഷ്ടക്കേടുണ്ടോ ഭാഗവതം വായിക്കുന്നതിൽ? ഒരിക്കലും ഇല്ല. ആ ഗ്രന്ഥം അവർ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പൂന്താനത്തിന് ഗ്രന്ഥം കിട്ടിയില്ല എന്നും തിരിച്ച് വടക്കുന്നാഥനിലെ കൂത്തമ്പലത്തിന്റെ മുകളിൽ ഇറയത്ത് നോക്കിയാൽ ആ ഗ്രന്ഥം ഉണ്ടാവും, അശരീരി കിട്ടുന്നതാണ് കഥ പറയുന്നത്. തിരിച്ച് അദ്ദേഹം വടക്കുന്നാഥനിൽ എത്തി ആ കൂത്തമ്പലത്തിന്റെ ഇറങ്ങി തപ്പി നോക്കിയപ്പോ പൂന്താനത്തിന്റെ കുട്ടികൾ വെച്ച് മറന്ന ഭാഗവതം കിട്ടിയത്ര. അങ്ങനെ കഥ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ കഥ നിങ്ങൾ ആലോചിച്ചു. സാക്ഷാൽ ശ്രീ മഹാദേവൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഗുരുവായൂരപ്പന്റെ കഥകളാണ്. ഭഗവാൻ പറയുന്നത് എന്താ? എനിക്ക് ചൈതന്യമൊന്നും വേണ്ട, എനിക്കൊരു ആരോഗ്യം വേണ്ട, എനിക്ക് എന്റെ കണ്ണന്റെ കഥകൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാന് ഗുരുവായൂരപ്പനാണോ വലുത്, താനാണോ വലുതെന്നുള്ള ഭേദഭാവമുണ്ടോ? ഒരിക്കലും ഇല്ല. തിരിച്ചോ? ഞങ്ങളും പറയണല്ലോ, ഒരു സൈഡ് മാത്രം പറഞ്ഞു പോകുന്നത് ശരിയല്ല. കൃഷ്ണന് തോന്നുന്നുണ്ടോ ഞാനാണ് വലുത്, മഹാദേവൻ എന്നേക്കാൾ ചെറുതാണ്? അങ്ങനെ കരുതിയിട്ടുണ്ടോ ഭഗവാൻ എപ്പോഴെങ്കിലും? ഒരിക്കലുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും അധികം എന്റെ മനസ്സിനകത്ത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന രൂപം ഗുരുവായൂരപ്പൻ്റെതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിവായിരിക്കും. ചിലപ്പോൾ ഗുരുവായൂരപ്പൻ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഈവൻ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഞാൻ കരുതുന്നു. ഒരാപത്ത് വരുമ്പോ, ഒരു വിഷമം വരുമ്പോ, ഒരു സങ്കടം വരുമ്പോ, ഒരു പ്രയാസം മനസ്സിലുണ്ടാവുമ്പോ, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അടി കിട്ടുമ്പോ അറിയാതെ എന്റെ അമ്മേന്നോ എന്റെ ഗുരുവായൂരപ്പാണെന്നോ വിളിക്കുന്ന എത്രയോ ആൾക്കാർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതാവും ഞാൻ വിചാരിക്കുന്നു, അല്ലേ? ഒരു വിഷമം വരുമ്പോ എന്റെ അമ്മയെ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ എന്റെ ഗുരുവായൂരപ്പാണെന്ന് നമ്മൾ വിളിക്കും വീട്ടിട്ട്. ഒറ്റ വിളി വേണ്ടു. അങ്ങനെ നിങ്ങൾ വിളിക്കാറില്ലേ? വിളിക്കാറുണ്ട്. ആ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് തന്നതാരാ? നോക്കൂ, ഭഗവാൻ ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി എന്ന് മനസ്സിലാക്കിയപ്പോ നമ്മളൊക്കെ മഹാദേവനോട് പോയിട്ട് വരം ചോദിക്കും, അല്ലെ? നമുക്കൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നല്ലൊരു ഉണ്ണി ഉണ്ടായി കാണണം എന്നുള്ളത്, കുട്ടി ഉണ്ടാവണം, സന്താന സൗഭാഗ്യം ഉണ്ടാവണം എന്നുള്ളത് ഏതൊരാളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഭഗവാൻ ശ്രീ മഹാദേവനോട് ഒരു കുട്ടിയെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ പരമാത്മാവ് തന്റെ ഭാര്യയായിട്ടുള്ള ജാമ്പവതി എന്ന് പറയുന്ന യുവതിയിൽ അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായില്ല. ജാമ്പവതിക്ക് കുട്ടികൾ ഉണ്ടാവുകയില്ല. അപ്പൊ ജാമ്പവതിക്ക് വലിയ വിഷമം. ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ എനിക്ക് മാത്രം കുട്ടികളില്ല, സത്യഭാമയ്ക്കായി, രുക്മിണിക്കായി, ഞാൻ മാത്രം ഇവിടെ വിഷമിച്ച് ഒറ്റയ്ക്കിരിക്കുന്നു, എനിക്കൊരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യമില്ലേ. ഉടനെ തന്നെ ഭഗവാൻ വണ്ടി ചാർട്ട് ചെയ്തിട്ട് ഉപമന്യു എന്ന് പറയുന്ന മഹർഷിയെ കാണാൻ പോയി. നിങ്ങൾ ശിവപുരാണത്തിൽ ആ കഥ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും അത് പറയും. ഉപമന്യു എന്ന് പറയുന്നത് മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള മഹർഷിയാണ്. അപ്പോ സാക്ഷാൽ നാരായണനായിട്ടുള്ള ശ്രീകൃഷ്ണൻ തന്റെ ആശ്രമത്തിലേക്ക് വന്നിരുന്നു കേട്ടിരിക്കുന്ന ഉപമന്യു ചാടി എണീറ്റ് ഭഗവാനെ പോയി നമസ്കരിച്ചു. എണീറ്റ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഇരുത്തി. ജാമ്പവതി ഉണ്ടോ? പറഞ്ഞു, എന്താണ് ഭഗവാൻ അങ്ങേക്ക് വേണ്ടത്? എന്തിനാണ് ഈ പാവപ്പെട്ടവന്റെ കുടിലേക്ക് വന്നത്?
ഭഗവാൻ പറഞ്ഞു, അല്ലയോ മഹർഷേ, എനിക്ക് ജാമ്പവതിയിൽ കുട്ടികൾ ഉണ്ടായിട്ടില്ല. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മഹാദേവനെ പ്രാർത്ഥിച്ച് എനിക്കൊരു കുട്ടിയെ വേണം. അതിന് പാശുപത വ്രതം എന്ന് പറയുന്നൊരു വ്രതമുണ്ട്. ആ വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം എന്ന് കൃഷ്ണൻ ഉപമന്യു മഹർഷിയോട് പറയും. ഉപമന്യു മഹർഷി ഇത് കേട്ടിട്ട് കരയുകയാണ് ചെയ്തത്ര, പൊട്ടി പൊട്ടി കരയുക. മഹർഷി പറഞ്ഞ, ഭഗവാനെ, അവിടുന്ന് സ്വയം നാരായണൻ, അങ്ങൊന്ന് സ്മരിച്ചാൽ കൈലാസനാഥനായിട്ടുള്ള ഭഗവാൻ അങ്ങയുടെ മുമ്പെത്തും. ഈ പാവപ്പെട്ടവരെ പരീക്ഷിക്കാൻ, എന്റെ അറിവ് പരിശോധിക്കാനാണോ ഇങ്ങനെ ചോദിക്കുന്നത് ചോദിച്ച് കരഞ്ഞത്രേ ഉപമന്യു. ഭഗവാൻ പറഞ്ഞൊരു വലിയ വാക്കുകളുണ്ട് പ്രിയപ്പെട്ടവരെ, അത് നമ്മളൊക്കെ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഭഗവാൻ ഉപമന്യുവിനോട് പറഞ്ഞു, അല്ലയോ മഹർഷേ, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയല്ലേ? ഞാൻ സ്മരിച്ചാൽ ഭഗവാൻ വരും, എനിക്ക് വേണ്ട വരങ്ങൾ തരും, ഉണ്ണിയുണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ ഭാവിയിൽ എനിക്ക് ശേഷം വരുന്ന എന്റെ തലമുറയിൽപ്പെട്ടവർ, നിങ്ങളെ പോലുള്ളവർ പറയും, അദ്ദേഹം കൃഷ്ണനായതുകൊണ്ട് വിളിച്ചു ഭഗവാൻ വന്നു, അല്ലെ? അദ്ദേഹം നാരായണൻ, അദ്ദേഹം വിളിച്ചാൽ മഹാദേവൻ വരും. അത് ആർക്കറിയാത്തത്? ആ ഏർപ്പാടിന് എന്നെ കിട്ടില്ല. എങ്ങനെയാണോ ഒരു സാധാരണക്കാരൻ ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്, ആ രീതി എനിക്ക് ഗുരുപദേശമായി തരൂ എന്ന് പറഞ്ഞ് ആ ഉപമന്യു മഹർഷിയുടെ കാൽക്കൽ ഭഗവാൻ നമസ്കരിക്കുന്നത്. ആര്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഉപമന്യു മഹർഷി കൃത്യമായിട്ട് ആ വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് പറഞ്ഞു. ഒരു ദിവസം ഒരു നേരം ഒരു കൂവളത്തില മാത്രം കഴിച്ചിട്ടുള്ള വ്രതമാണ് പാശുപത വ്രതം എന്നാണ് അതിന്റെ പേര്. കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. മഹാദേവന്റെ പ്രീതിയോട് കൂടിയിട്ട് ഒരു കുട്ടി ഉണ്ടാവുന്നതാണ് സങ്കല്പം. ആ വ്രതം ഭഗവാൻ എടുത്തു. മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പൻ ആ വ്രതം അനുഷ്ഠിച്ച് ഈ പറയുന്ന ജാമ്പവതി എന്ന് പറയുന്ന രാജകുമാരിയിൽ ആ കുട്ടി ഉണ്ടായി. ഭഗവാൻ അമ്മയോട് കൂടി വന്ന് അനുഗ്രഹിച്ചു ഇത്രേ. ജാമ്പവതിയും ഭഗവാനും കൃഷ്ണനെയും സാക്ഷാൽ മഹാദേവൻ വന്നു, ഒപ്പം ഉമയും വന്നു, അനുഗ്രഹിച്ചു, നല്ലൊരു കുട്ടി ഉണ്ടാവട്ടെ. അതുകൊണ്ട് ആ കുട്ടിക്ക് അമ്മയോട് കൂടി ഭഗവാൻ വന്ന് അനുഗ്രഹിച്ചത് കൊണ്ട് സാമ്പൻ, അമ്മയോട് കൂടി ഭഗവാൻ അനുഗ്രഹം കൊണ്ട് വന്ന കുട്ടി ആയതുകൊണ്ട് സാമ്പൻ എന്ന് പേരിട്ടു. ഈ സാമ്പനെ കൊണ്ട് ഭഗവാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? ഈ പറഞ്ഞ കഥകളിൽ കൃത്യമായിട്ട് കേട്ടെന്ന് വിചാരിക്കുന്നു. നോക്കൂ, ഇവിടെയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ബുദ്ധി, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന പോലെ കുരുട്ടു ബുദ്ധി നിങ്ങൾ മനസ്സിലാക്കണം. ഭഗവാൻ ആരെയാണ് പ്രാർത്ഥിച്ചത്? ആരെ പ്രാർത്ഥിച്ചത്? പറയും, മഹാദേവനെ പ്രാർത്ഥിച്ചു. എന്ത് പറഞ്ഞ പ്രാർത്ഥിച്ചേ? ഒരു കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. മഹാദേവൻ എന്തിന്റെ ഈശ്വരനായിട്ടാണ് നമ്മൾ പൊതുവിൽ പറയാം? സൃഷ്ടി, സ്ഥിതി, സംഹാരം. മഹാദേവൻ എന്താ കൊടുക്കുക? സംഹാരം. മഹാദേവൻ അനുഗ്രഹിച്ച കുട്ടിയായ സാമ്പൻ. ഈ സാമ്പൻ എന്തിനാണ് കാരണമാവുന്നത്? ഭഗവാന്റെ തന്നെ കുലം മുട്ടിക്കാൻ കാരണമാകുന്നത് സാമ്പനാണ്. നോക്കൂ, നമ്മളൊക്കെ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുക? ഭഗവാനെ, എന്റെ വംശം നിലനിൽക്കാൻ, എന്റെ വംശം എല്ലാ കാലത്തും ഒരുപോലെ അഭിവൃദ്ധിയോട് മുന്നോട്ട് പോകാൻ എനിക്കൊരു മകനെ തരണേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക. ഭഗവാൻ മഹാദേവനോട് എന്താ ആവശ്യപ്പെട്ടെ? ഭഗവാനെ, എന്റെ കുലം മുടിക്കാൻ എനിക്കൊരു മകനെ തരണേ. അത് ചോദിക്കേണ്ടത് ശിവനോടാണ് എന്ന് ഭഗവാൻ അറിയാൻ. കാരണം ശിവനാണ് സംഹാരത്തിന്റെ മൂർത്തി. ഭഗവാന്റെ ഒപ്പമുള്ള ഒന്നും, ഒരു പ്രോപ്പർട്ടി ഒഴികെ ഇന്ന് അവശേഷിച്ചിട്ടില്ല. ആ പ്രോപ്പർട്ടി എന്താണെന്ന് ഞാൻ വഴി പറയാം. ഭഗവാന്റെ കാലത്തുണ്ടായിരുന്ന ഒരു വസ്തു ഒഴികെ ബാക്കിയൊക്കെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചിട്ടാണ് ഭഗവാൻ തിരിച്ച് സ്വധാമത്തിലേക്ക് പോയത്. ആ സാമ്പൻ ഈ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായിട്ടുള്ള ജാമ്പവതിയുടെ പുത്രനായിട്ടുള്ള സാമ്പനാണ് സപ്തർഷികൾ ഭഗവാനെ കാണാൻ വരുമ്പോ ഗർഭിണിയുടെ വേഷം കെട്ടിപ്പോകുന്നു. ഒപ്പമുള്ള കുട്ടാൻ ചോദിക്കും, മഹർഷിമാരെ, നിങ്ങൾക്ക് ത്രിലോകജ്ഞാനുണ്ടല്ലോ, ഈ പെൺകുട്ടി പ്രസവിക്കുന്നത് ആണോ പെണ്ണോ? ഒരു ഗർഭമില്ല, തുണി കെട്ടി വെച്ചിരിക്കുക. അവരെ കളിയാക്കാൻ വേണ്ടി ചെയ്ത ആരെ? സപ്തർഷികളെ. ഇവര് വെള്ളടിച്ച് നമ്മൾ നാടൻ ഭാഷ പറയുന്ന അവസ്ഥയിലാണ് പോകുന്നത്. അത്ര കണ്ട് അപമാനിക്കുക അറിവുള്ള ആൾക്കാരെ. അവര് പറഞ്ഞു, ഭഗവാന്റെ പാരമ്പര്യത്തിൽ പറഞ്ഞിട്ടും കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ ആയല്ലോ. അവർക്ക് സങ്കടം നോക്കി ശമിക്കല്ല ചെയ്തത്. എന്താ പറഞ്ഞേ?
ഇവൾ പ്രസവിക്കുന്നത് ആണുമായിരിക്കില്ല, പെണ്ണുമായിരിക്കില്ല, ഇവൾ ഒരു ഇരുമ്പൊലക്കെ പ്രസവിക്കും എന്നാണ് പറയുന്നത്. മുസലം ഇത് കേട്ട് ഞെട്ടിപ്പോയി. കാരണം കുറച്ച് കഴിയുമ്പോ സാമ്പന്റെ വയൽ നിൽക്കാൻ തുടങ്ങി. ഓടിച്ചെന്നു ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായി, എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ലല്ലോ. ആ ഒലക്ക രാഗി പൊടിച്ച് കടലിൽ കൊണ്ടു കൊടുക്കാൻ. സാമ്പൻ അധികം വൈകാതെ ഒരു ഇരുമ്പൊലക്ക പ്രസവിക്കുന്നു. ആ ഇരുമ്പൊലക്ക യാദവന്മാരെല്ലാവരും കൂടെ വരതി കുറെ പൊടിയാക്കി കടലിൽ കൊണ്ടേ കലക്കി. ഒരു കഷ്ണം മാത്രം എത്ര വരതിയിട്ടും ഓടില്ല. ആ തിരമാലകളിലൂടെ തിരിച്ചു വന്ന ഓരോ ഈ പറയുന്ന ഇരുമ്പൊലക്കയുടെ കഷ്ണവും ഈയപ്പുല്ലുകളായിട്ട് മാറിയുന്നുണ്ട്. ഒരു കഷ്ണം മാത്രം ബാക്കി വന്നു, ഒരു വലിയ കഷ്ണം. അതൊരു മത്സ്യം വിഴുങ്ങി എന്ന് പറയുന്നത്. ഈയപ്പുല്ലുകളായിട്ട് വളർന്നിരുന്ന ആ കടൽ തീരത്ത് യാദവന്മാരും പിക്നിക്കിന് പോയി, ടൂർ മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിച്ചപ്പോ പരസ്പരം വൈരികളാണെന്ന് തോന്നാൻ തുടങ്ങി. ഈയപ്പുല്ലുകളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി സകലങ്ങൾ ഉപയോഗിച്ചു. ഒരു മത്സ്യം വിഴുങ്ങിയ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അതൊരു മുക്കുവൻ കിട്ടി. ആ മുക്കുവൻ ആ കഷ്ണം ഒരു ഇരുമ്പ് വ്യാപാരിക്ക് വിറ്റു. ആ ഇരുമ്പ് വ്യാപാരിയുടെ കയ്യിൽ നിന്ന് ഒരു വേടൻ അത് തിരിച്ചു വാങ്ങി. ആ വാങ്ങിയ ഇരുമ്പ് കൊണ്ട് അദ്ദേഹം കൂർത്ത ഒരു അസ്ത്രം ഉണ്ടാക്കി. ആ അസ്ത്രം ഏതുകൊണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ അദ്ദേഹം സ്വധാമത്തിലേക്ക് പറഞ്ഞു വിട്ടു. ജര എന്ന് പറയുന്ന വേടൻ. നോക്കൂ, മഹാദേവൻ അനുഗ്രഹിച്ചുണ്ടായ സാമ്പൻ യാദവ വംശത്തെ മുഴുവൻ നശിപ്പിച്ചു. അതാണ് ഭഗവാന്റെ സംഹാര സ്വഭാവം. കുലത്തോടെ കുടിക്കുക എന്ന് പറയില്ലേ നമ്മള്, അത് ചെയ്യാൻ അറിയാവുന്ന ആളാണ് അകത്തിരിക്കുന്നത്. എന്നിട്ടോ ആ ഭഗവാൻ ആ ഇരുമ്പിന്റെ കഷ്ണം തന്റെ പെരുവിരലിൽ തറച്ചു കയറിയ വേദനയിൽ തന്നെ കാണാൻ വന്ന ഉദ്ധവനോട് ഒരു ഉപദേശം കൊടുക്കുന്നു. ഉദ്ധവനെ, ഞാൻ താമസിച്ചിരുന്ന ദ്വാരക, എന്റെ മുഴുവൻ കൊട്ടാരവും പണവും അവിടെയുള്ള മുഴുവൻ സ്ഥാപന ജംഗമ വസ്തുക്കളും അല്പസമയത്തിനകം പ്രളയം കൊണ്ടുപോകും. എന്നാൽ ഞാൻ ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹം ആ പ്രളയജലത്തിൽ പൊങ്ങിക്കിടക്കും. ആ വിഗ്രഹം ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബദ്രിയിലേക്ക് പറഞ്ഞു. ഉദ്ധവൻ തന്റെ ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതിയെ സ്മരിക്കുന്നു. അദ്ദേഹം അവിടെ പ്രത്യക്ഷനാവുന്നു. ദ്വാരക ചെന്ന സ്ഥലത്ത് കടൽ മാത്രമേ ബൃഹസ്പതി കണ്ടുള്ളൂ. ആ കടലിന്റെ ഓളങ്ങളിൽ ഒരു വിഗ്രഹം ഇങ്ങനെ പൊന്തി കിടക്കുന്നതായിട്ട് ബൃഹസ്പതി കണ്ടു. എങ്ങനെ പൊന്തി കിടക്കുന്ന വിഗ്രഹം? കാരണം ഇത് കല്ലുകൊണ്ടുണ്ടാക്കിയതല്ലേ, വെയിറ്റ് ഉള്ളതല്ലേ. ആ വിഗ്രഹം ശ്വാസം എടുക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. ആ വിഗ്രഹം ശ്വസിക്കുന്നുണ്ട്, അതിന് ജീവനുണ്ട്. പക്ഷെ ബൃഹസ്പതിയുടെ യോഗശക്തി കൊണ്ടൊന്നും ആ അദ്ദേഹത്തിന് ഇല്ലാതെ പോയി. ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിക്ക് മാത്രമേ ആ വിഗ്രഹത്തെ വീണ്ടെടുക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ ഉള്ളൂ, വരാൻ വായുദേവൻ. ആ വായുദേവനെ ബൃഹസ്പതി സ്മരിച്ച് അദ്ദേഹത്തിന്റെ ശക്തി കൊണ്ട് ആ വിഗ്രഹത്തെ വീണ്ടെടുത്ത് ദക്ഷിണ ദിക്കിലേക്ക് പോകുന്നു. വീണ്ടും ആലോചിച്ച് നോക്കൂ, ദക്ഷിണ ദിക്കിലേക്ക് ആകാശമാർഗേ പോകുന്ന അവർ ഒരു തടാകത്തിൽ ഒരു കാഴ്ച കണ്ടു നിന്നു എന്നാണ്. എന്ത് കാഴ്ച? ഒരു 6-6.5 അടി പൊക്കമുള്ള ഒരാള്, മഞ്ഞിന്റെ നിറം, തൂവെള്ള നിറം, ശിരസിൽ ത്രിപുണ്ഡം ഭസ്മം ധരിച്ചിരിക്കുന്നു. അണിഞ്ഞിരിക്കുന്നത് ആനയുടെ തോലാണ് പുതച്ചിരിക്കുന്നത്. വ്യാഘ്രം പുലിയുടെ തോലാണ് ഉടുത്തിരിക്കുന്നത്. കയ്യിൽ ഏറ്റവും വലിപ്പമുള്ള ഒരു തൃശൂലം, പിനാകം എന്ന് പറയുന്ന ആയുധം. അവിടെ തന്റെ ശിഷ്യന്മാർക്ക് രുദ്രഗീത ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ രൂപമാണ് ബൃഹസ്പതിയും വായുവും ആകാശത്ത് നോക്കുമ്പോ കാണുന്നത്. നേരെ താഴത്തേക്ക് ഇറങ്ങി. കാരണം ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ കാണാതെ തിരിച്ചു പോകുന്ന വരില്ല. മഹാദേവൻ പ്രത്യക്ഷമായിട്ടാണ് താഴെ നിൽക്കുന്നത്. അവിടെ വന്നു, നമസ്കരിച്ചു, ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാനെ, ഇത് ശ്രീകൃഷ്ണ പരമാത്മാവ് ആരാധിച്ചിരുന്ന വിഗ്രഹമാണ്, ഇത് പ്രതിഷ്ഠിക്കാതെ ഒരു സ്ഥലം നോക്കി വന്നതാണ്. അങ്ങയുടെ കാര്യങ്ങൾ പതിഞ്ഞ ഈ സ്ഥലമല്ലാതെ വേറെ ഏത് സ്ഥലത്താണ് ഞങ്ങൾ ഇത് പ്രതിഷ്ഠിക്കേണ്ടത്?
ഭഗവാൻ പറഞ്ഞു ശരി, അങ്ങനെ തന്നെ ആവട്ടെ, ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചോളൂ പറഞ്ഞു. ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആചാര്യന്മാർ പറയട്ടെ, ഒരു പ്രതിഷ്ഠ നടക്കുമ്പോ ആ വിഗ്രഹത്തിലേക്ക് തന്ത്രി അദ്ദേഹത്തിന്റെ പ്രാണനെ ആവാഹിച്ചുള്ള ചൈതന്യമാണ് ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. ഏതൊരു ക്ഷേത്രത്തിലും പ്രതിഷ്ഠ നടക്കുമ്പോ ആ ക്ഷേത്രത്തിലെ പ്രധാന ആചാര്യനായിട്ടുള്ള തന്ത്രി അദ്ദേഹത്തിന്റെ പ്രാണശക്തിയെ ആവാഹിച്ചാണ് ആ വിഗ്രഹത്തിലേക്ക് ദേവചൈതന്യമായിട്ട് മാറ്റുന്നത്. ഗുരുവും വായുവും വിഗ്രഹം കൊണ്ടുവന്നു. ആ വിഗ്രഹത്തിലേക്ക് ചൈതന്യം കൊടുക്കാൻ ഒരു തന്ത്രി വേണം. ആ നിൽക്കുന്നതിൽ ഒരൊറ്റ തന്ത്രിയുള്ളൂ, ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ. മഹാൻ നിൽക്കുമ്പോ വേറെ ആരെങ്കിലും വരേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. സർവലോക ജഗദ്ഗുരുവായിട്ടുള്ള ഭഗവാൻ മഹാദേവന്റെ കാർമ്മികത്വത്തിലാണ് ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. നോക്കൂ, അപ്പോ ആ വിഗ്രഹത്തിനകത്തേക്ക് സന്നിവേശിപ്പിച്ചിട്ടുള്ള ജീവൻ ആരുടേതാ? നിങ്ങൾ ഗുരുവായൂർ പോയി തൊഴുന്ന ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിലെ ജീവൻ മഹാദേവന്റെ ചൈതന്യം ആണോ അല്ലേ? അല്ലേ? ഞാൻ വെറുതെ പറയാമോ? നോക്കൂ, ഇനി ഞാൻ പറഞ്ഞ ഫസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോ, ഒരു പ്രോബ്ലം വരുമ്പോ എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാനുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് മഹാദേവനാണ്. മറക്കരുത്. മഹാദേവൻ ഉണ്ടായതുകൊണ്ടാണ് ഗുരുവായൂരുള്ളത്. ഗുരുവായൂരുള്ളതുകൊണ്ടാണ് ഗുരുവായൂരപ്പനുള്ളത്. എന്നിട്ടോ തന്റെ സ്വന്തം സ്ഥലം വിട്ടുകൊടുത്തു. എപ്പോഴും ഭഗവാന്റെ സ്വഭാവമാണ് എന്തെല്ലാം കൂടും. മഹാദേവന്റെ സ്വഭാവം ചോദിച്ചു വന്നവൻ അസുരനാണോ ദേവനാണോ ഒരു ബോധമില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ തരും. ഒരാൾക്കും അയ്യോ ഇത് പറ്റില്ലാട്ടോ എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ ഇല്ല. ഗുരുവായൂരനാണെങ്കിൽ പോലും പിടിക്കും. അത്ര പെട്ടെന്ന് വേണ്ട. മഹാദേവൻ അങ്ങനെയല്ല, എന്ത് ചോദിച്ചാലും എടുത്തോ. അതുകൊണ്ടല്ലേ ഒരു അസുരൻ വന്ന് ഭഗവാനെ ആരെ തൊട്ടാലും തല പൊട്ടി തെറിക്കണം എന്ന് വെച്ചപ്പോ കൊടുത്തത്. അയാളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. വരൂ നോക്കട്ടെ. ഒരു വരം എന്റെ ഭക്തൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ചൈതന്യമാണ് ശിവൻ. അതുകൊണ്ടാണ് സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത് അങ്ങോട്ട് മാറിയിരുന്നതാണ്. എന്റെ സ്ഥലം എടുത്തോ, എനിക്കൊന്നും വേണ്ട, ഞാൻ വേറെ ഒരു സ്ഥലത്ത് പോയിരുന്നോ. ആ മഹിമ, സ്വന്തം സ്ഥലം, ഇത്ര കാലം താൻ താമസിച്ചിരുന്ന തന്റെ സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത് ഭഗവാന് വേണ്ടി മാറിക്കൊടുത്ത ആ മഹിമയുള്ള ഊരാണ് പിന്നീട് മമ്മിയൂർ എന്ന പേരിൽ പ്രസിദ്ധമാവുന്നത്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങളോട് ദേഷ്യപ്പെടും. നിങ്ങൾ എത്ര പേര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മമ്മിയൂർ പോകാറുണ്ട്? നിങ്ങൾ ഗുരുവായൂരപ്പനെ തൊഴും, ഉള്ളിൽ ഗണപതിയെ തൊഴും, അനന്തശയനത്തിന്റെ അവിടെ തൊഴും, മുരുകനും അവിടെ കുറെ പ്രതിമകളൊക്കെ ഉണ്ടല്ലോ, താമരക്കണ്ണനെ വിശേഷമായിട്ട് തൊഴും, കയ്യിൽ പുറത്തിറങ്ങി അയ്യപ്പസ്വാമിയെ തൊഴും, തിരിച്ച് വടക്കേ വാതിൽമാടത്ത് ഭഗവതിയുണ്ട്, ഇടത്തരികത്ത് അവലമ്മ, അവിടെ തൊഴും, പ്രദക്ഷിണം വെക്കും, കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്കും, തിരിയും, അവിടെ ശിവന്റെ പാർവതിയുടെ ചിത്രമുണ്ട്, അതിലേക്ക് നോക്കി തൊഴും. ഇപ്പൊ സൗകര്യത്തിന് ഗുരുവായൂർ ദേവസ്വം അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് വടക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ മമ്മിയൂർ ദർശനം കിട്ടുന്നു. അങ്ങനെ ഗുരുവായൂർ ദർശനം പൂർത്തിയാകുന്നു. ചേരല്ലേ? അവിടെ നിന്ന് തിരിയും. നോക്കൂ, നിങ്ങൾ അകത്ത് കയറി കണ്ട ആളെ കാണാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടായത് ആ മമ്മിയൂരപ്പൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാതിരിക്കുന്നത്. 1.5 കിലോമീറ്റർ തികച്ചില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മമ്മിയൂർക്ക്. എന്നാലും നമുക്ക് ഭഗവതിയുടെ വാതിൽമാടത്തിന്റെ അവിടുന്ന് വടക്കോട്ട് നോക്കി തൊഴുതാൽ മമ്മിയൂർ പോയി, ഇനി പോകേണ്ട ആവശ്യമില്ല. എപ്പോ ഷോർട്ട് കട്ടുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയോ അപ്പ തൊട്ട് ഈ ധർമ്മം തകരാൻ തുടങ്ങുന്നത് മനസ്സിലാക്കിക്കൊള്ളു. നവരാത്രി 9 ദിവസം വ്രതം എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവസാനത്തെ 3 ദിവസം എടുത്തു കഴിഞ്ഞാൽ 9 ദിവസം എടുത്ത ഫലം കിട്ടും, മതി. ഭാഗവത സപ്താഹം ഉണ്ടായാൽ 6 ദിവസം പോയില്ലെങ്കിലും കുഴപ്പമില്ല, 7ാമത്തെ ദിവസം പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കിട്ടും. ഇവിടെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണല്ലോ, അതൊക്കെ എടുത്തു തരാം.
നമ്മൾ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി പെരുമാറിയേ പറ്റുള്ളൂ. ഞാൻ ഒരു സ്ഥലത്തും പറയാനുള്ള നിങ്ങളുടെ ഭാഗത്ത് ഇതാ നാളെ വന്ന് ഗുരുവായൂരപ്പൻ 2 ലക്ഷം രൂപയുടെ ലോട്ടറി എടുത്തോ, നെവർ. പക്ഷേ എല്ലാ സ്ഥലത്തും ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു കാര്യം ഭഗവാനോട് ആവശ്യപ്പെടുമ്പോ അത് ചെയ്യാനുള്ള ശക്തി നിങ്ങളിൽ തന്നെ നിറച്ചിട്ടാണ് ഭഗവാൻ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. ഭഗവാൻ ഓർമ്മിപ്പിക്കും. ആ ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ വഴിപാട് കഴിക്കുന്നത്. കൃഷ്ണാട്ടൻ സ്വയംവരം നടത്തിയിട്ട് ഭഗവാനെ എനിക്ക് ഇതുവരെ കുട്ടിയെ കിട്ടിയില്ല എന്ന് വിലപിക്കരുത്, കരയരുത്, കല്യാണം അന്വേഷിക്കണം, നടക്കണം. അതിന് പിന്നാലെ നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഉണ്ടാവാനാണ് ഓരോ ഈശ്വരന്മാരും എപ്പോഴും കാത്തിരിക്കുന്നത്. നിങ്ങൾ വിദ്യാമൃത സൂക്തം കഴിച്ച് പുഷ്പാഞ്ജലി കഴിച്ച് മിണ്ടാതെ പെന്നും മടക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പരീക്ഷ നിങ്ങൾ പാസ്സാവാൻ പോകുന്നില്ല. ഭഗവാനെ ഞാനിതാ സൂക്തം കഴിച്ചിട്ടുണ്ട്, ഇനി ഞാൻ പഠിക്കുന്നത് എന്റെ മനസ്സിലേക്ക് കൃത്യമായിട്ട് കേറണേ എന്ന് പറയാനുള്ള പ്രാർത്ഥന മാത്രമാണ്. ഇത് നടത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഫലം കിട്ടാതാവുമ്പോൾ നിങ്ങൾ ഭഗവാനോട് കംപ്ലൈന്റ് പറയും, ഓ കൃഷ്ണ ഞാൻ അത് ചെയ്തു തന്നില്ലേ, അത്ര വെണ്ണ തന്നില്ലേ, ആ മാല തന്നില്ലേ, എന്നും വിളക്ക് വളർത്തിയില്ലേ, എന്നിട്ട് എന്റെ അവസ്ഥ നോക്ക്. ഭഗവാൻ നന്നായുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഇത്ര കണ്ട് ശക്തി തന്നില്ലേ നിങ്ങളുടെ മനസ്സിൽ, എന്താണ് നിങ്ങൾ ട്രൈ ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ പരിശ്രമിക്കാത്തതാണ് ഭഗവാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷം നിങ്ങളുടെ പരിശ്രമം ഫലം കാണും പ്രിയപ്പെട്ടവർ. അല്ലെങ്കിൽ വെറും വഴിപാട് കഴിച്ചാൽ എന്തൊക്കെയോ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ അധപ്പതിക്കപ്പെടും. നിങ്ങൾ തന്നെ പോയി പറയും, അവിടുത്തെ ശിവനേക്കാൾ ശക്തി അപ്പുറത്തെ ശിവനാണ്. വടക്കുന്നാഥന്റെ ശിവനേക്കാട്ടിലും വലിയ ശക്തിയുള്ളതാണ് ഏറ്റുമാനൂരപ്പൻ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനേക്കാൾ ശക്തിയാണ് പെരിങ്ങോട്ടയിലെ വിഷ്ണുസ്വാമി. ഇങ്ങനെ കമ്പാരിസൺ. എന്തിനാണ് നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടുന്നത്? ഇവിടെ നിങ്ങൾക്ക് ഭഗവാന്റെ ഓരോ കഥകളും ഓരോ ആചാര്യന്മാരും വന്ന് പറഞ്ഞു തരുമ്പോ അതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കുന്നതുകൊണ്ടാണ് ആ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരുന്നത്. ഞാനിപ്പോ നിങ്ങളോട് ഈ പറയുന്ന ഈ വാക്കുകൾ കേട്ട് നിങ്ങളുടെ ഒരാളുടെയെങ്കിലും മനസ്സിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഭഗവാൻ ഉണർന്നതാണ്, ഞാൻ ചെയ്യുന്നതല്ല. ആ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള 9 ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്ര ദിവസം ഉണ്ടായിരുന്നത്. ഇനിയുള്ള 2 ദിവസവും അതിലുള്ള ദിവസങ്ങളാണ്. അതിനുവേണ്ടി ശ്രമിക്കുക. ഇവിടെ ഇന്ന് വൈകിട്ട് നിങ്ങൾ ഭഗവാന് വേണ്ടി അഗ്നി ജ്വലിപ്പിക്കുമ്പോ നിങ്ങളുടെ മനസ്സാകുന്ന അഗ്നി, നിങ്ങളുടെ മനസ്സാകുന്ന ചൈതന്യത്തെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ ആചാര്യനൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോ തേങ്ങയില് ഏറ്റവും ശുദ്ധമായിട്ടുള്ള നെയ്യെടുത്ത് ജപിച്ച് ഏറ്റി ഇരുമുടിയിൽ കെട്ടി ഭഗവാന്റെ ദേഹത്ത് അഭിഷേകം ചെയ്യുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എന്റെ ആത്മാവ് ഭഗവാൻ ലയിക്കുന്നു, ആ തേങ്ങയാകുന്ന ശരീരം ഇതാ ആഴിയിലേക്ക് പോകുന്നു, ഇനി ഞാനൊരു പുതിയ മനുഷ്യനാണ്. പോയ പോലെ തിരിച്ചിറങ്ങാനാണെങ്കിൽ മരിക്കേണ്ട ആവശ്യമില്ല, ടൂർ പോയാൽ മതി. അതുകൊണ്ട് അത് മനസ്സിലാക്കി ചെയ്യുക. ഇനി ഇതാ വൃശ്ചികമാസം വരാൻ പോകുന്നു. കലിയുഗനായിട്ടുള്ള ഭഗവാനെ കാണാൻ എത്രയോ ആളുകൾ ഇനി ക്യൂ നിന്നും എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സഹിച്ച് പോവാൻ പോകും. ഞാൻ ഒരാഴ്ച മുമ്പ് ഭഗവാനെ കണ്ടു വന്ന ആളാണ്. എനിക്ക് എന്റെ ജോലിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് അധിക ദിവസമൊന്നും വ്രതം എടുക്കാൻ പറ്റില്ല. 7 ദിവസം ഞാൻ വ്രതം എടുത്തുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാം, 7 ദിവസം വ്രതം എടുത്ത് ഞാൻ ഭഗവാനെ പോയി കാണാൻ പോകുന്ന സമയത്ത് ആ ഓരോ മല കഴിയുമ്പോഴും ഞാൻ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ 25 വർഷത്തിന് ശേഷമാണ് ഇപ്രാവശ്യം ശബരിമലയ്ക്ക് പോയത്. ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ പോയതാ ശബരിമലയ്ക്ക്. ഇത്തവണ പോയി ദീപാവലിക്ക്. ചിത്തിരാട്ടം ശേഷം നട തുറന്നു. നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു പ്രശ്നം ഇപ്പൊ എന്റെ സ്ഥലത്ത് ഞാൻ കാണാനുണ്ട്. എനിക്കിപ്പോ ചിലപ്പോൾ ഞാൻ പുറത്തായിരുന്ന സമയത്ത് എനിക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റുന്ന അവസ്ഥ വരുന്നു. നമ്മുടെ വീട്ടിലുള്ള ചില സ്ത്രീകൾ ചെയ്യുന്ന ഏർപ്പാടാണ്, അപ്പുറത്തെ വീട്ടിൽ പോകുന്ന ആളുടെ തലയിൽ നമ്മുടെ നാളികേരം കൊണ്ടേ കൊടുത്തയക്കും. മുദ്ര. സ്വന്തം വീട്ടിൽ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള 2 തടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിട്ടോണം ശബരിമലയ്ക്ക്. നിങ്ങളുടെ കർമ്മഫലം വേറൊരാൾക്ക് കൊണ്ടുപോയിട്ട് അത് ഏൽപ്പിക്കുമ്പോ അത് എത്ര ഇരട്ടിയായിട്ടാണ് തിരിച്ചു കിട്ടുക എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കും. അയ്യോ ഭഗവാനെ അവര് പോകുന്നില്ല, ഒക്കെ പോകണ്ട, നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കൂ. എന്തിനാണ് ഏറ്റി കൊടുത്തു വിടുന്നത്? ഇല്ലെങ്കിൽ നെയ്യഭിഷേകം നടക്കുന്ന നിങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ ചെയ്യും. ആ കർമ്മഫലം കൂട്ടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കും. ആ അമ്മയെ തന്നോളൂ, ഞാൻ കൊണ്ടേ കൊടുത്തോളാം. ഭഗവാൻ സമ്മതിക്കില്ല. കാരണം അമ്മമാർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. ഭഗവാൻ ഒരു പ്രിവിലേജ് എന്നിട്ട് മാറ്റി നിർത്തിയ കാറ്റഗറിയാണ് അമ്മമാര്.
ഞാൻ നിങ്ങളോട് ഇപ്പൊ അമ്പല കമ്മിറ്റിക്കാരൻ ചീത്ത അറിയോ? നമ്മൾ വഴിപാട് കഴിക്കും അല്ലെ? വഴിപാട് കഴിക്കുന്നതിന്റെ അവസ്ഥ എന്താ? നമ്മളൊരു ലിസ്റ്റ് അങ്ങ് കൊണ്ടുവരും. അമ്മ, അച്ഛൻ, അനിയൻ, അനിയന്റെ കുട്ടി, അനിയന്റെ അമ്മയുടെ മകൻ, ഇവരുടെ വലിയ ലിസ്റ്റ് ഉണ്ടാവും. ഇവരുടെയൊക്കെ പേരിൽ പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, പായസം. 12 വയസ്സ് വരെയാണ് ശാസ്ത്രമനുസരിച്ച് ഒരാളുടെ പേരിൽ നമ്മൾ വഴിപാട് കഴിച്ചാൽ ഫലിക്കുള്ളൂ. 12 വയസ്സ് വരെ നിങ്ങൾക്ക് ആവാം, അവരുടെ പേരിലൊക്കെ കഴിക്കാം കുട്ടികളായിരിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് വഴിപാട് ഫലിക്കണമെങ്കിൽ അവനോട് പോയി ചെയ്തോളണം. റഫറൻസ് ഇല്ല, റഫറൻസ് പരിപാടി ഇല്ല, രണ്ടും കൂടെ നടക്കില്ല. ബോധം വന്ന് 12 വയസ്സ് കഴിഞ്ഞ് എന്താ ചെയ്യുന്നതിനെ കുറിച്ച് സാമാന്യ ബോധ്യമായി അവനവൻ പോയി ചെയ്തോളണം അവനവന് വേണ്ട വഴിപാട്. അല്ലാണ്ട് അമ്മ എന്റെ പേരിൽ പുഷ്പാഞ്ജലി വെച്ചേക്ക് നടക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്. ചെയ്യാം, ആർക്ക് മാത്രം? അമ്മയ്ക്ക് ചെയ്യാം. അമ്മയ്ക്ക് സ്വന്തം കുട്ടി, അമ്മ 90 വയസ്സ്, കുട്ടിക്ക് 60 വയസ്സ്, നോ ഇഷ്യൂ. നിങ്ങൾക്ക് വഴിപാട് കഴിക്കാം. അമ്മ പറഞ്ഞ ഫലം കഴിക്കും കുട്ടിക്ക് വേണ്ടിയിട്ട്. അതല്ലാതെ അമ്മ കുട്ടികൾക്ക് വേണ്ടി കഴിക്കുന്ന വഴിപാടുകളല്ലാതെ നിങ്ങളുടെ ഈ റഫറൻസ് പരിപാടി നോട്ട് പോസിബിൾ. അവരോട് പറയാ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അമ്പലമുണ്ട്, അവിടെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി തന്നാലാവുന്ന വിധം വഴിപാട് കഴിക്കണം തന്നെ പറഞ്ഞു. ഒരു വഴിപാടും ശരിയല്ല, ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ക്ഷേത്രം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നടന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വഴിപാട് വേണം. ഈ പറയുന്ന ആൾക്കാർ കൊണ്ടുവരും പടക്കുള്ള ചെലവിന്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന തലമുറ നിങ്ങളുടെ മുമ്പിലാണുള്ളത്. അവരെ എങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങളെ പരിശീലിപ്പിക്കുന്ന വർക്ക്ഷോപ്പാണ് ഇവിടെ നടക്കുന്ന ഓരോ വർഷത്തെയും ആധ്യാത്മിക സദസ്സുകൾ. ചില ആൾക്കാർ എന്നെ പോലെ ഇങ്ങനെ വെട്ടി തറന്ന് പറയും, ചില ആൾക്കാർ ലൈറ്റ് ആയിട്ട് പറയും. അത്ര വ്യത്യാസം. പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം തന്നെ ഇല്ലാത്തൊരു ധർമ്മത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളോട് പണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും പറയാനുള്ളതാണ്. എനിക്ക് 33 വയസ്സ് 32 വയസ്സ് കഴിഞ്ഞു. എന്റെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എത്രയോ ആളുകളുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങളോട് നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞിട്ടുള്ള എന്താ? സന്ധ്യ സമയത്ത് വിളക്ക് കൊളുത്തി നാമം ചൊല്ലാനാണ് പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വിളക്ക് കൊളുത്തിട്ട് എന്ത് പറയും? നാമം ചൊല്ലും. പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? അല്ല. ആ ഉപാസനയുടെ മാർഗം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ നടന്നുപോയ ആൾക്കാർ. എന്നാൽ ഇപ്പോഴും അതൊക്കെ ചെയ്യിക്കുന്നത് എന്തോ കുറവായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റും. ഉടനെ പട്ടിക ഒന്ന് ചൊല്ലിപ്പിക്കാനോ അല്ലെങ്കിൽ നാടുകളുടെ പേരൊന്ന് പറഞ്ഞു കേൾക്കുന്നതൊക്കെ എന്തോ കുറച്ചിലായിട്ട് കാണുന്ന ആൾക്കാരാണ്. ആ രീതിയിൽ നിന്നൊക്കെ മുന്നോട്ട് വരണം. ഇവിടെ പറയുന്ന കഥകൾ നിങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ ആ തത്വ അംശത്തെ കൂടി നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ച് നിങ്ങൾക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിക്കണം. ഇവിടെ നമുക്ക് ആചാര്യനുണ്ട്, ഏറ്റവും ബഹുമാനമായിട്ടുള്ള ആചാര്യൻ. അദ്ദേഹം ഈ 9 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഈ കർത്തവ്യം പൂർത്തിയാക്കി അദ്ദേഹം അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈ ഗ്രന്ഥം വെച്ച് ഈ 9 ദിവസം അല്ലെങ്കിൽ ഇനി വരുന്ന 2 ദിവസം കൂടെ ചേർത്ത് 11 ദിവസവും ഇത് കേട്ട നിങ്ങൾ ഓരോരുത്തരും ഓരോ ആചാര്യന്മാരും ആചാര്യങ്ങളുമായിട്ട് മാറണം. നിങ്ങളുടെ വീടാവണം നിങ്ങളുടെ ക്ഷേത്രം. അവിടെ വരുന്ന ആൾക്കാരോട് ഇവിടെ എന്താണോ സ്വാമി പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ശിവപുരാണ സത്രം ഇവിടെ നടത്തിയതിന്റെ മുഴുവൻ ചൈതന്യവും ഭഗവാൻ കിട്ടുന്നു. ഭഗവാൻ അങ്ങനെ ഒരു ചൈതന്യമാണ്. ഭഗവാൻ തന്നെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് മഹാദേവന്റെ പക്ഷാഭേദമില്ലാത്ത ആളാണ്. ഒരു പക്ഷാഭേദമില്ല. നിങ്ങൾ ഭഗവാനെ എത്ര പേർക്കുള്ള ഭഗവാനെ പേടിയുണ്ട്? അയ്യോ ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ കുറെ ആൾക്കാർക്ക് അയ്യോ അത് വേണ്ട, പ്രശ്നമാണ്. ഭഗവാന്റെ ഫോട്ടോ വയ്ക്കാൻ പേടിയുള്ള ആൾക്കാർ, ഭഗവാന്റെ ലിംഗരൂപത്തിലുള്ള പ്രതിഷ്ഠ വെച്ച് ആരാധിക്കാൻ പേടിയുള്ള ആൾക്കാർ. കഴിഞ്ഞ ദിവസം എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടി മെസ്സേജ് അയച്ചു ചോദിച്ചു, ഏട്ടാ രാധയുടെയും കൃഷ്ണന്റെയും ഒപ്പമുള്ള ഫോട്ടോ വീട്ടിൽ വെച്ചാൽ പ്രശ്നമുണ്ടോ? രാധയ്ക്ക് കൃഷ്ണനെ കിട്ടിയിട്ടില്ലല്ലോ, എന്റെ കാര്യം അത് തന്നെയാവൂ. വേറെ മുമ്പുണ്ടായിരുന്നൊരു ഓപ്ഷൻ ആയിരുന്നു എന്താ? ഓടക്കുഴലുള്ള കൃഷ്ണനെ വീട്ടിൽ വെച്ചാൽ കൃഷ്ണൻ ഓടക്കുഴലിലൂടെ ഐശ്വര്യം മൊത്തം ഊതിക്കളയും.
നിങ്ങളുടെ ഗുരുവായൂരപ്പനല്ലേ? നിങ്ങളല്ലാതെ നിങ്ങളുടെ ഉണ്ണിയല്ലേ? നിങ്ങളുടെ മഹാദേവനല്ലേ? നിങ്ങൾക്ക് ദോഷം ഉണ്ടാവുന്ന ഒരു കാര്യം അവർ ചെയ്യുന്നത് കരുതുന്നുണ്ടോ? നെവർ. നിങ്ങളുടെ ദേശത്തെ ക്ഷേത്രം നന്നാക്കുക എന്നുള്ളത് നിങ്ങളുടെ ധർമ്മം. അത് നിങ്ങൾ ചെയ്യണം. അയ്യോ, ഞാൻ ഒരു വഴിപാട് മറന്നുപോയി, ഭഗവാൻ മഹാദേവൻ എന്നോട് കോപിച്ചു, എന്റെ വണ്ടി ആക്സിഡന്റ് ആയി. അത്ര സില്ലിയായിട്ടാണ് നിങ്ങൾ ഭഗവാനെ കാണുന്നത്. നിങ്ങളൊരു വെള്ള നേദ്യം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കാലൊരിക്കുന്നതാണോ മഹാദേവൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ? ആ കൺസെപ്റ്റിൽ നിന്നൊക്കെ പുറത്തു വരൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ സ്വന്തം സ്വത്തുക്കളാണ് അവരൊക്കെ. അവരെ നിങ്ങൾ സ്നേഹിക്കുകയാണ് വേണ്ടത്, അവരെ പേടിക്കല്ല. മഹാദേവനെ പേടിക്കരുത്. നിങ്ങൾ മഹാദേവനെ ഉണ്ണിയായിട്ട് കാണുന്ന എത്രയോ ആൾക്കാരുണ്ട്. മഹാദേവനെ പേടിക്കാതെ ഭഗവാന്റെ മേൽ ചവിട്ടിയ ആളുണ്ട്. ആരാ പറയൂ, ആരാ? കണ്ണപ്പൻ എന്നിട്ട് വേടണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ണപ്പ നായനാർ എന്ന് പറയും. കണ്ണപ്പ നായനാർ എല്ലാ ദിവസവും വേട്ടയാടിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ശിവലിംഗം കണ്ടു അത്രേ. ആ ശിവലിംഗത്തിന്റെ അവിടെ പോയി, ഇത് പാവം ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ കാട്ടിലെന്ന് വിചാരിച്ചിട്ട് വേട്ടയാടിയ മാംസമൊക്കെ കട്ട് ചെയ്തിട്ട് ശിവലിംഗത്തിന് മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തു. കഴിച്ചോ? ഈ പാവം വെള്ളം വേണ്ടുവരുമല്ലോ, ശിവലിംഗത്തിൽ ധാര നടത്തുന്നത് ഞാൻ ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് ധാര നടത്താന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു തടാകത്തിൽ പോയി വായ നിറയെ വെള്ളം കൊണ്ടുവന്ന് ശിവലിംഗത്തിന്റെ മുകളിലേക്ക് തുപ്പിയിട്ടുണ്ട് വയനാൻ. ഭഗവാൻ കോപിച്ച്, ഓ ദാ നീ ഭസ്മമാവാൻ പോകുന്നു. സംഭവിച്ചോ? കഴിയില്ല. പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോ മാംസം അതേപോലെ ഇരിക്കുന്നുണ്ട്. ഒരു കണ്ണിൽ നിന്ന് ഇങ്ങനെ ചോര അത്ര ശിവലിംഗത്തിന്റെ. അയ്യോ, നിനക്ക് കണ്ണ് കാണാണ്ടായോ? ഞാൻ എന്റെ കണ്ണ് നിനക്ക് തരാന്ന് പറഞ്ഞ് ആ ആവനാഴിന്ന് ഒരു അമ്പകിനെടുത്ത് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ആ കണ്ണുള്ള ഭാഗത്തേക്ക് വെച്ചു. ചോര നിന്നു. അപ്പോ രണ്ടാമത്തെ കണ്ണിന്ന് ചോര വരാൻ തുടങ്ങി. എനിക്ക് നിനക്കില്ലാത്ത കണ്ണെന്തിനാ എനിക്ക് എന്ന് പറഞ്ഞു രണ്ടാമത്തെ കണ്ണും ചവിട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് കണ്ണപ്പൻ ആലോചിച്ചു, ഇത് പോയ എനിക്ക് കാഴ്ച ഉണ്ടാവില്ല, ഇത് എവിടെ കൊണ്ടേ വെക്കും? നിന്റെ പൊസിഷൻ അറിയണ്ടേ? ഈ ഇടത്തെ കാലെടുത്തിട്ട് ആ കണ്ണിന്റെ മുകളിൽ ചവിട്ടി പിടിച്ചു. എന്നിട്ട് സ്വന്തം കണ്ണ് ചൂർത്തെടുത്ത് ആ കാലിന് അടയാളം വെച്ച സ്ഥലത്ത് കൊണ്ട് വെച്ചു കൊടുത്തു. അയാളുടെ പേരാണ് കണ്ണപ്പൻ. കണ്ണപ്പ നായനാർ എന്ന് പറയും. ഭഗവാന്റെ നായനാർമാരിൽ പെട്ട ഒരാളാണ്. അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഭഗവാൻ വന്ന് എല്ലാ ഐശ്വര്യവും കൊടുത്തു. ആ കണ്ണപ്പ നായനാരും നിങ്ങളുടെ ക്ഷേത്രമായിട്ടൊരു ബന്ധമുണ്ട്. എന്താണ്? ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ, ഞാൻ വന്നപ്പോ നമ്മുടെ ക്ഷേത്രഭാരവാഹിയായിട്ടുള്ള അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ ഏതാണ് ഭാവം? ഇവിടെ ഏത് ഭാവത്തിലുള്ള ഭാവമാണ്? നിങ്ങൾക്ക് അറിയില്ലേ? അവർക്ക് പറയൂ. സോറി, ധ്യാനം. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ്, അല്ലെ? കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാൻ. കിരാതമൂർത്തി എന്തിനാ വേണ്ടി വന്ന? ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഉണ്ണിക്കണ്ണൻ അർജുനോട് പറയുന്നു, വനവാസ കാലത്തുള്ള സമയം വെറുതെ വേസ്റ്റ് ചെയ്യരുത്, പോയി തപസ് ചെയ്ത് ദിവ്യാസ്ത്രങ്ങൾ ഉണ്ടാക്കണം. അർജുന് അസ്ത്രം കിട്ടാതിരിക്കാൻ പഠിച്ച പണി മുഴുവൻ ദുര്യോധനൻ നോക്കി. മൂകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ പന്നിയുടെ രൂപത്തിൽ അർജുനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അർജുനൻ തപസ് ചെയ്ത് കണ്ടു നോക്കിയപ്പോ ഒരു പന്നി തന്നെ കുത്താൻ വേണ്ടി ഓടി വരുന്ന കണ്ട്. ഉടനെ ആവനാഴിയിൽ ഒരു അസ്ത്രം എടുത്തു, എയ്തു. അർജുനന്റെ അസ്ത്രത്തിന്റെ 10 ഇരട്ടി വേഗതയിൽ വേറൊരു അസ്ത്രം വന്ന് പന്നി കൊന്നു. അർജുനന്റെ അസ്ത്രം കൊന്നു, രണ്ടും കൊന്നു. എവിടുന്നാണ് ഈ അസ്ത്രം വന്നത് നോക്കാൻ വേണ്ടി അർജുനൻ പുറത്തേക്ക് ഞാൻ നോക്കിയപ്പോ ആകെ മൊത്തം കലപ്പല കൂട്ടമായിട്ട് കാട്ടാളന്മാരെ ഇറങ്ങി വരുന്നതാണ് കണ്ടത്. ഒരു കാട്ടാളനും ഒരു കാട്ടാളത്തെയും കുറെ കാട്ടാളത്തി കുട്ടികളും. കാട്ടാളൻ പറഞ്ഞു, ഞാൻ ഇത് കൊന്ന മൃഗം, ഇത് എന്റെ സ്വത്താണ്. അർജുനൻ പറഞ്ഞു, നീ വെറും കാട്ടാളൻ, കാട്ടിൽ നടക്കുന്നവൻ. ഞാനോ പാണ്ഡവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവൻ, മധ്യമ പാണ്ഡവൻ അർജുനൻ. ഇത് എന്റെ അസ്ത്രം കൊണ്ട് മരിച്ച പന്നിയാണ്. കാട്ടാളൻ സമ്മതിച്ചില്ല, യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അർജുനൻ പറഞ്ഞു, നീ എന്റെ മുമ്പിൽ യുദ്ധം ചെയ്യുന്നു, എന്റെ ഒന്നാമത്തെ അസ്ത്രത്തിൽ നീ മരിക്കും, അതുകൊണ്ട് ദേവീത് പോകും. അർജുനൻ അത്ര കണ്ട അഹങ്കാരം ഉണ്ടായിരുന്നു. എന്നാലും ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് അർജുനായിട്ട് ഒരു യുദ്ധം നടക്കുന്നു. അർജുനൻ എയ്യുന്ന അസ്ത്രങ്ങൾ മുഴുവൻ ഭഗവാൻ ഏൽക്കുന്നില്ല. ഭഗവാന്റെ കാലിൽ പുഷ്പങ്ങളായിട്ട് വീഴുന്നു. അർജുനനെ ഭഗവാൻ ഒറ്റ അട്ടി കൊടുക്കുമ്പോ അർജുനൻ 2 മലക്കം പറഞ്ഞ അപ്പുറത്ത് പോയി വീഴും. കയ്യിലുള്ള അസ്ത്രം മൊത്തം തീർന്നു. പിന്നെ എന്താ ഉള്ളത്? ഗാന്ഡീവം എന്ന് പറയുന്ന ധനുസ, അതെടുത്ത് കൊടുത്തു ഭഗവാന്റെ മണ്ടകളം തലയ്ക്ക്.
ഇന്നും ഭഗവാന്റെ നെറ്റിയിൽ അർജുനൻ അടിച്ച് പാടുണ്ടെന്ന് തലയിൽ. എങ്ങനെയാണോ ഭൃഗു മഹർഷി ഭഗവാനെ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ദേവത ആരാണെന്ന് നോക്കാൻ വേണ്ടി ഗുരുവായൂരപ്പന്റെ നെഞ്ചിലൊക്കെ ചവിട്ട് കൊടുത്തു. ആ കാൽപ്പാടാണ് നിങ്ങൾ ഇന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള പേരിട്ട് ശ്രീവത്സം എന്ന് വിളിക്കുന്നു. ചവിട്ടി പാടാം. അതുപോലെ തന്റെ ഭക്തനായിട്ടുള്ള അർജുനൻ തന്റെ തലക്കടിച്ച് അടി, അതിന്റെ പാട് ഇപ്പോഴും ഭഗവാന്റെ ഓർമ്മയ്ക്ക് കൊണ്ട് നടക്കേണ്ടതാണ്. അപ്പോ ഈ പറയുന്ന അസ്ത്രങ്ങളൊക്കെ പോയി ഇനി ഒരു നിവൃത്തിയില്ലാതെ കണ്ടപ്പോ മണ്ണ് കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി പൂജിച്ചു എന്നാണ്. ആ പൂജിക്കുന്ന ശിവലിംഗത്തിലേക്ക് അർപ്പിക്കുന്ന ഓരോ പൂവും ആ കാട്ടാളനായിരിക്കുന്ന മനുഷ്യന്റെ കാലിൽ വന്ന് വീഴുന്നത് കണ്ടു. ഒട്ടും ഇഷ്യൂ ഉണ്ടായില്ല, ആരാന്ന് മനസ്സിലാവാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. നേരെ പോയി കാലിൽ വീണ് പറഞ്ഞു, ഭഗവാനെ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചല്ലോ. എന്നാലും ഭഗവാൻ പറയുന്നത് എന്താ, അർജുന ഞാൻ നിനക്ക് ആവശ്യപ്പെട്ട വരം തരാം, നിന്റെ വീര്യത്തിൽ ഞാനിത് അസംപ്രീതനായിരിക്കുന്നു. നിനക്ക് അഹങ്കാരത്തിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിപ്പോ പോയി. ആ പാശുപതാണ് എടുത്തു കൊടുക്കുന്നത്. ഒപ്പം നിനക്ക് എന്നെ സേവിക്കാൻ അടുത്ത ജന്മത്തിൽ ഞാനൊരു അവസരം തരാമെന്ന് പറയുന്നു. ആ അർജുനനാണ് അത്ര കണ്ണപ്പനായിട്ട് പുനർജനിച്ചത്. അപ്പൊ നിങ്ങളുടെ ക്ഷേത്രവും കണ്ണപ്പനും തമ്മിൽ ബന്ധമില്ലേ? ഇവിടെ കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാനല്ലേ? ആ കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാനെ പൂജിച്ച അർജുനനല്ലേ കണ്ണപ്പനായിട്ട് ജനിച്ചത്? ആ കണ്ണപ്പനല്ലേ സ്വന്തം ശിവലിംഗത്തിന് കണ്ണു ചൂണ്ടെടുത്ത് കൊടുത്തത്? ആ കണ്ണപ്പനല്ലേ ശിവലിംഗത്തിൽ ചവിട്ടി പിടിച്ച് ഭഗവാന്റെ കണ്ണെവിടെ നോക്കിയത്? ഭഗവാനെ പേടിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ പേടി എന്താ? ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ് തുറന്നാൽ തീർന്നു. ഇതാണ് ശിവനെ പൂജിക്കാനുള്ള പ്രധാനപ്പെട്ട പേടി. അയ്യോ, നമ്മൾ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും വിളക്കിൽ ഒരു തിരി കെട്ടാ മൂന്നാമത്തെ കണ്ണ് തുറക്കുന്ന പേടി. ഇപ്പൊ കുറെ കഥകൾ ഞാൻ പറഞ്ഞു, ഈ തത്വാർത്ഥം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. 1:10 നിർത്തണം എന്നാണ് എന്നോട് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ് എന്താണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള തത്വാർത്ഥം? ഭഗവാൻ മൂന്നാമത്തെ കണ്ണ് തുറന്ന് നോക്കിയാൽ എല്ലാം ഭസ്മമായി പോകുന്നു നിങ്ങൾക്കറിയാം അല്ലെ? ഭഗവാൻ തന്നെ കണ്ണ്, ഒരു കണ്ണിനെ, നമ്മൾ 3 കണ്ണുകളിൽ ഒരു കണ്ണിനെ ചന്ദ്രനായിട്ട് കാണും, ഒരു കണ്ണിനെ സൂര്യനായിട്ട് കാണും, മൂന്നാമത്തെ തൃക്കണ്ണിനെ അഗ്നിയായിട്ട് കാണും. അഗ്നി എപ്പോഴും ജ്ഞാനത്തിന്റെ പ്രതീകമാണ് മനസ്സിലാക്കുക, അറിവാണത്. ശിവൻ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ കണ്ണ് തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ശിവൻ അദ്ദേഹത്തിന്റെ അറിവ് ഉപയോഗിച്ച് നോക്കുന്നു എന്നാണ് അർത്ഥം. അറിവ് ഉപയോഗിച്ച് നോക്കിയാൽ എന്താ പ്രശ്നം? അറിവ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് എല്ലാവരും മനസ്സിലാകേണ്ട ഒറ്റ അറിവേ ഉള്ളൂ, ഏറ്റവും വലിയ അറിവ്. ആ അറിവിന്റെ അപ്പുറത്തേക്ക് ഒരു അറിവുമില്ല. എന്താ അത്? ഈ കാണുന്നതെല്ലാം ബ്രഹ്മം. അത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ശങ്കരാചാര്യൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഗംഗയുടെ തീരത്ത് ഒരു ചണ്ടാളനെ കണ്ടു. നിങ്ങൾക്കറിയാം, ആ ചണ്ടാളന്റെ കൂടെ 4-5 വേട്ടപ്പട്ടികൾ, 4 വേട്ടപ്പട്ടികൾ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ശിഷ്യന്മാർ ആചാര്യൻ വരുന്നതിന് മുമ്പ് വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടി മുമ്പിൽ നടന്നു. മാറ് 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 എന്ന് പറഞ്ഞു. ചണ്ടാളൻ അവിടെ തന്നെ നിന്നു. സ്വാമി വന്നിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. അയാൾ അത്യാവശ്യം ജിമ്മായതുകൊണ്ട് ശിഷ്യന്മാർ പിടിച്ച് മാറ്റാനും നിന്നില്ല. സ്വാമി വന്നപ്പോ ചണ്ടാളൻ അങ്ങോട്ട് സംസാരിച്ചു. അങ്ങയുടെ ശിഷ്യന്മാർ എന്നോട് മാറിപ്പോവാൻ പറയുന്നു. ആരാണ് മാറേണ്ടത്? ഈ ശരീരമാകുന്ന ഞാനോ അതോ അതിനകത്തിരിക്കുന്ന ബ്രഹ്മമായിട്ടുള്ള ഞാനോ എന്ന് സാക്ഷാൽ ശങ്കരാചാര്യനോട് ചോദിച്ചു ചണ്ടാളൻ. വന്ന ആൾ ആരാണെന്ന് മനസ്സിലാവാൻ ശങ്കരാചാര്യർക്ക് PhD എടുക്കേണ്ടതില്ല. ഓൺ ദ സ്പോട്ട് കാലിൽ നമസ്കരിച്ചു. സാക്ഷാൽ മഹാദേവനാണ് ചണ്ടാളന്റെ രൂപത്തിൽ വന്ന് അദ്ദേഹത്തിന് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്റെ ഗുരുവായൂരപ്പന്റെ കഥകൾ പറയാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. വില്യമംഗലം സ്വാമിയാരൻ ഒരിക്കൽ ഗുരുവായൂർ ഏകാദശി, ഗുരുവായൂർ ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, ഇത് പറയാൻ നിവൃത്തിയില്ല. പണ്ട് കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലും ഈ ഗുരുവായൂർ ഏകാദശി ദിവസം എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ക്ഷേത്രത്തിൽ കയറ്റാറുണ്ടായിരുന്ന വിശ്വാസമുണ്ട്. അപ്പൊ ഒരിക്കൽ വില്ലുമംഗലം വന്ന് ഭഗവാനെ തൊഴാനായിട്ട് ദേഹശുദ്ധി വരുത്താനായി ആ രുദ്രതീർത്ഥത്തിൽ പോയി കുളിച്ചു. കയറി വരുന്ന സമയത്ത് ഒരു കുട്ടി പട്ടുകോടകം മാത്രം എടുത്ത് ചപ്പറത്തലയുള്ള ഒരു കറുത്ത കുട്ടി, അതിന്റെ മേത്തൊക്കെ എണ്ണയുണ്ട്, ഇത് ഓടി വന്ന് ഇയാൾ വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പൊ കുട്ടിയെ കണ്ട ഉടനെ ഇദ്ദേഹം നോക്കി. എന്താ നോക്കിയേ? കുട്ടി സവർണ വിഭാഗത്തിൽപ്പെടുന്ന ആളാണോ? അങ്ങനെയല്ല. കുട്ടിക്ക് മുഴുവൊന്നും കണ്ടില്ല. അതിന്റെ മേത്ത് കുറെ എണ്ണയുണ്ട്, ഒരു ചിരട് മാത്രം അരയിൽ കെട്ടിയിട്ടുണ്ട്, അതിലൊരു പട്ടുകോടം തിരിച്ചു വെച്ചിട്ടുണ്ട്. മുട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വർഷങ്ങളായി കുടിച്ചിട്ടെന്ന് തോന്നും.
ഇങ്ങനെ ഒരു സാധനം വന്ന് ഈ കുളിച്ച് കയറി നിൽക്കുന്ന എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും പോടുന്നുണ്ട് കാട്ടി വിട്ടു. വീണ്ടും പോയി കുളിച്ചു. വീണ്ടും കയറി വന്നപ്പോ ഈ സാധനം എവിടെയോ കുരുത്തം കണ്ടത് ഒഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ചാടി പിടിച്ചു, പ്രശ്നം. വീണ്ടും ചീത്ത പറഞ്ഞു കുടിച്ചു, വീണ്ടും കുളിച്ചു. ഇത് എന്നാ അവസ്ഥ? വില്ലുമംഗലം പ്രത്യക്ഷ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുന്ന ആളാണല്ലോ. ഭഗവാനെ സ്മരിച്ചു. കുട്ടി തന്നെയാണ് ഭഗവാൻ. കുട്ടി വന്നിട്ട് മനസ്സിലായി, എന്താ അച്ഛൻ എന്നെ വിളിച്ചത്? ഞാനല്ല, ഇതിന്റെ ഒരു തമാശയായിട്ട് കുട്ടിയാ മതി. അപ്പൊ വില്ലുമംഗലം ഭഗവാനോട് ചോദിച്ചു, എന്തിനാ കണ്ണ എന്നോട് ചെയ്യുന്നേ? ഞാനൊന്ന് പോയി തൊഴുതോട്ടെ. ആരെ കാണാൻ പോണേ? ഗുരുവായൂരപ്പനെ കാണാൻ. ആരെ മുമ്പിൽ നിൽക്കണേ? ഗുരുവായൂരപ്പൻ. ആരെ കയറി പിടിച്ചതും? ഗുരുവായൂരപ്പൻ. പോട്ടെ. എന്നാലും വില്ലുമംഗലം ചീത്ത പറഞ്ഞു കണ്ണനെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ശുദ്ധിയായിട്ട് വരുന്ന സമയത്ത് എന്റെ മേത്ത് ഇങ്ങനെ വന്ന് മെഴുക്കാക്കാൻ പാടുണ്ടോ? ചീത്ത പറഞ്ഞു. ഉണ്ണി പറഞ്ഞു, എന്നെ എടുക്കുമോ കുട്ടി? വില്ലുമംഗലം ഇനിയിപ്പോ മെഴുക്കായാലും എന്ത് ഭഗവാനല്ലേ, ഇപ്പൊ മനസ്സിലായല്ലോ ആരാണല്ലോ. അപ്പൊ അതിനെടുത്തിട്ട് ഒക്കത്ത് വെച്ചു. ഉണ്ണി പറഞ്ഞു അത്ര വില്ലുമംഗലത്തിന്റെ അടുത്ത്, സ്വാമി ഈ ചുറ്റുള്ളതൊക്കെ ഒന്ന് നോക്കൂ പറഞ്ഞു. വില്ലുമംഗലം ചുറ്റും നോക്കിയപ്പോ അവിടെ കണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും പൂ വെക്കുന്ന ചേച്ചിമാര്, സർവത്ത് വെക്കുന്ന ചേട്ടൻ, കളിപ്പാട്ടം വെക്കുന്ന ചേട്ടന്മാര്, അവിലും മലരൊക്കെ വെക്കുന്ന ചേച്ചിമാര് ചേട്ടന്മാര്, അവിടെ ഭിക്ഷ എടുക്കുന്ന ആൾക്കാര്, പൂജിക്കാൻ പോകുന്ന തന്ത്രി പോലുള്ള ആൾക്കാര്, മാല കെട്ടുന്ന ആൾക്കാര്, ഉണ്ണി, എല്ലാരും ചതുർബാഹുക്കളായിട്ടുള്ള ആവശ്യം രൂപത്തിൽ കണ്ടു. എവിടെ നോക്കിയാലും ഗുരുവായൂരപ്പൻ. സർവത്തുണ്ടാക്കുന്ന ആൾക്ക് ഗുരുവായൂരപ്പന്റെ രൂപം. അവിടെ അലുവ തൂക്കി കൊടുക്കുന്ന ആൾക്ക് ഗുരുവായൂരപ്പന്റെ പല മൈപ്പിലേക്ക് വെച്ച്. തുലാഭാരത്തട്ടിന്റെ അവിടെ നിൽക്കുന്ന കാവൽക്കാരനും ഗുരുവായൂരപ്പന്റെ രൂപം. കാണുന്നവരൊക്കെ ഗുരുവായൂരപ്പൻ. ഉണ്ണി അച്ഛനോട് ചോദിച്ചേ, അച്ഛാ ഞാനും അവരും തമ്മിൽ ഭേദമുണ്ടോ? ഇല്ല. ഈ ഒറ്റ അറിവേ ഉള്ളൂ, നമ്മളും ഭഗവാനും വേറെയല്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള അറിവ്. ഈ അറിവുണ്ടായാൽ എല്ലാമായി. ആ അറിവ് ഉണ്ടാക്കാനാണ് 41 ദിവസം വ്രതം എടുത്ത് കഷ്ടപ്പെട്ട് വേണ്ടാന്ന് വെച്ച് എല്ലാ ഇഷ്ടങ്ങളും മാറ്റി വെച്ച് 18 പടിയും ചവിട്ടി അവിടെ ചെല്ലുമ്പോ അദ്ദേഹം കയറി വരുന്ന വെൽക്കം ബോർഡ് വെച്ചിട്ടുള്ളത് എന്ത്? തത്വമസി. നീ എന്താണോ അന്വേഷിച്ചു വന്നത് അത് നീ തന്നെയാകുന്നു. ഇവൻ ഭഗവാനെ കാണുക വേണ്ട. അതിലൂടെ ഭഗവാൻ പറഞ്ഞു, അച്ഛന്റെ മോനാണ്, അതിന്റെ പാരമ്പര്യമുണ്ട്. അപ്പൊ ഭഗവാൻ എന്താ ചെയ്യണേ? ഭഗവാൻ മഹാദേവൻ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ കണ്ണ് തുറന്ന് നോക്കുമ്പോ ഭഗവാൻ കാണുന്നത് എന്താ? ഞാനും ബ്രഹ്മം, അയാളും ബ്രഹ്മം. ഓൺ ദ സ്പോട്ട് അയാളുടെ ഐഡന്റിറ്റി പോയി. ഞാനും പായസം, നിങ്ങളും പായസം, നമ്മളൊക്കെ പായസം. അപ്പൊ അപ്പുറത്തേക്കുള്ള പായസം, ഞാൻ പായസം എന്നുള്ള വ്യത്യാസം ഉണ്ടോ? ഇല്ല, എല്ലാവരും പായസങ്ങളാണ്. ശിവൻ മൂന്നാമത്തെ തൃക്കണ്ണ് വെച്ച് നോക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശിവൻ അദ്ദേഹത്തിന്റെ അറിവിന്റെ കണ്ണ് തുറന്ന് നോക്കുന്നു എന്നുള്ളതാണ്. അറിവിന്റെ കണ്ണ് തുറന്ന് നോക്കിയാൽ ഭേദഭാവം ഇല്ലാതാവുകയും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആൾ ഒന്നാവുകയും ഒരാൾ മാത്രം അവശേഷിക്കുകയും ചെയ്യും. അതാണ് അവസാനത്തെ ബ്രഹ്മബോധം. അത്രേ ഉള്ളൂ ഭഗവാന്റെ. നിങ്ങൾ ടി വിയിൽ കാണുന്ന പോലെ സ്വിച്ച് ടച്ചു എന്ന് പറഞ്ഞ തീ വരുന്ന പരിപാടിയൊന്നുമില്ല. ഭഗവാൻ തപസ് ചെയ്യുന്ന സമയത്ത് കാമദേവൻ വന്ന് പഞ്ചബാണങ്ങൾ ചെയ്യുന്നു. പഞ്ചബാണങ്ങൾ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ കണ്ണു വന്ന് കാമദേവനെ നോക്കുന്നു. കാമദേവനെ നോക്കിയപ്പോ താനും ശിവൻ, അയാളും ശിവൻ. ഒരു ശിവൻ പോലെ മറ്റേ ശിവൻ പോയി. ഇത്രേ ഉള്ളൂ. വേറെ ഏതെങ്കിലും അസുരം വന്ന് ഭഗവാനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് ഭഗവാൻ വീണ്ടും അറിവിന്റെ കണ്ണു തുറന്ന് നോക്കും. ഞാനും ശിവൻ, ഈ അസുരനും ശിവൻ. ആ അസുരൻ പോയി, ശിവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ശങ്കരാചാര്യര് അദ്ദേഹത്തിന്റെ ജീവൻ പോകുന്ന സമയത്തും പറഞ്ഞത് ഏവോവശിഷ്ട ശിവ കേവലോഹം. എല്ലാത്തിനും മുകളിലുള്ള ശിവനാണ് ഞാൻ എന്നാണ് പറയുന്നത്. നമ്മൾ പരസ്പരം കാണുമ്പോൾ എന്താ പറയാ? ശിവോഹം എന്നാണ് പറയുന്നത്. നമ്മുടെ ആത്മാവ് ഭഗവാനാണെന്നാണ് സങ്കല്പം. നാരായണോഹം നമ്മൾ പറയൂല്ലേ? ശിവോഹം എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ അന്തരാത്മാവായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ് മഹാദേവൻ എന്ന് മനസ്സിലാക്കാം. ആ ഭഗവാനും മറ്റ് ദേവതാ സങ്കല്പങ്ങളും തമ്മിൽ ഭേദഭാവമില്ല എന്ന് മനസ്സിലാക്കുക. ഭേദഭാവമുള്ള ആൾക്കാരെ ഒക്കെ തന്നെ കൂടെ നിർത്തിയ പാരമ്പര്യമാണ് ശിവനുള്ളത്. നിങ്ങളുടെ ക്ഷേത്രത്തിൽ നിങ്ങൾ നോക്കൂ. ഞാനിവിടെ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ആദ്യം കണ്ട ശ്രീകോവിൽ ദീപലക്ഷസിന്റെയാണ് അല്ലെ? തൊട്ടപ്പുറത്ത് കാണുന്നത് യക്ഷിയമ്മയുടെ ശ്രീകോവിലാണ് അല്ലെ? അപ്പോ ഓരോ സമയത്തും ഈ ആളുകൾ ഭൂതപ്രേത പിശാചുക്കൾ, യക്ഷികൾ, ഭൂതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയ ആൾക്കാരെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ എന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ഒപ്പം നിർത്തിയ ആളാണ് മഹാദേവൻ.
നിങ്ങൾ ആരെയൊക്കെ പേടിക്കുന്നുണ്ടോ ഈ പേടിക്കുന്ന ആൾക്കാരെയൊക്കെ സ്വന്തം ഗ്യാങ്ങിൽ പെടുത്തിയ ആളാണ്. അതുകൊണ്ടാണ് അമ്മ പാർവതി ദേവിയുടെ അമ്മയായിട്ടുള്ള മേന ഹിമവാനോട് ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണോ? ഇയാളുടെ ഫ്രണ്ട്സ് ആകിയ വല്ലപ്പോഴും ഒന്ന് വീട്ടിലേക്ക് വരാൻ, ഒരു വിസിറ്റിന് വരാൻ വേണ്ടി അമ്മ വരുന്ന സമയത്ത് ഒപ്പം എസ്കോർട്ട് ആരൊക്കെയാ? ഭൂതം, പ്രേതം, പിശാച്, കാളി, കൂളി, ഇവരുടെയൊക്കെ കൂടെ വേണം മോള് വരാൻ, അല്ലെ? അമ്മ ചോദിക്കും. അപ്പൊ അതേപോലെ അങ്ങനെ സമൂഹം വേണ്ടെന്ന് വെച്ച ആൾക്കാരെ മുഴുവൻ സ്വന്തം ആളായി കൂടെ നിർത്തി നിങ്ങൾക്ക് ഞാനില്ലേ എന്ന് പറയാൻ മനസ്സ് കാണിച്ച ആളാണ് മഹാദേവൻ. മഹാദേവൻ തന്നെ ഒരിക്കൽ അമ്മ, ഭഗവാൻ എപ്പോഴും ഇങ്ങനെ സദാ ആനന്ദത്തിൽ ഇങ്ങനെ ലയിച്ച് ഇന്ന് തപസ് ചെയ്യുന്നുണ്ടപ്പോ അമ്മയ്ക്ക് തോന്നിത്രേ ഈ ഭഗവാന്റെ ഭാര്യ ആയതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള സന്തോഷം. ഭഗവാൻ എന്തോ ഒരു സന്തോഷം എപ്പോഴും അനുഭവിക്കുന്നുണ്ട്, എനിക്കും ആ സന്തോഷം വേണമെന്ന് വെച്ചിട്ട് ഭഗവാനോട് ചോദിച്ചു തന്നെ, ഭഗവാനെ ഈ പരമമായിട്ടുള്ള ആനന്ദം എനിക്കും തരണേ. ഭഗവാൻ അമ്മയെ കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. ഓൺ ദ സ്പോട്ട് അമ്മയ്ക്ക് കിട്ടുന്നതൊക്കെ കിട്ടി. അമ്മയ്ക്ക് മനസ്സിലായി ബ്രഹ്മബോധം എന്താണെന്നുള്ളത്. അമ്മയ്ക്ക് പിന്നെ എപ്പോഴും ഭയങ്കര സന്തോഷം. അമ്മ വെറുതെ ഇരിക്കുമ്പോൾ ചിരിക്കുക, സന്തോഷിക്കുക, അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ പെൺകുട്ടി വരുന്നതിന് മുമ്പേ അവിടെ താമസിക്കുന്ന ചിലരുണ്ട്, ഈ ഭൂതഗണങ്ങൾ, പാവപ്പെട്ടവർ. അവര് പറഞ്ഞത് ഇയാൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നലെ കയറി വന്ന പെണ്ണ് അവള് തിരിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ഇത്ര കാലമായിട്ട് ഇയാളുടെ പിന്നാലെ ഞങ്ങൾക്ക് ഇതുവരെ സന്തോഷം കിട്ടിയില്ല. ഭഗവാൻ വിളിച്ചു പറഞ്ഞേ എല്ലാവർക്കും കൊടുത്തു, ഞങ്ങൾക്ക് മാത്രം എന്താ തരാത്തെ? ഭഗവാൻ അവരോട് പറഞ്ഞൊരു മറുപടി നമ്മളോട് ഭഗവാൻ ഇടയ്ക്ക് പറയും. ഭഗവാനോട് ചോദിച്ചേ നിങ്ങൾക്ക് ഞാനില്ലേ, ഞാൻ പോരെ, മതി. ആ ഒറ്റ ചോദ്യത്തിന് ഭൂതാളങ്ങൾക്ക് സന്തോഷമായിന്നാണ്. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് നിങ്ങൾ ഏറ്റവും മഹത്തരമായിട്ടുള്ള ശിവപുരാണം എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ മനസ്സിലാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള തത്വം, ശിവതത്വം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത്. നിങ്ങൾ ഗുരുവായൂരപ്പനെയോ മഹാദേവനെയോ കൊടുങ്ങല്ലൂർ അമ്മയോ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഇവരൊക്കെ നമ്മുടെ സംരക്ഷണത്തിലുള്ള ആൾക്കാരാണ്, അല്ലാതെ നമുക്ക് എന്തെങ്കിലും അപകടം വരുത്താനുള്ള ആൾക്കാരല്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് ഇവരെ പേടി കൂടാതെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരിക്കലും എപ്പോ നിങ്ങൾക്കും ഈശ്വരനും ഇടയിൽ പേടി, ഭീതിയുടെ എലമെന്റ് കടന്നു വരുന്നുണ്ടോ അതോടുകൂടി നിങ്ങളും ഈശ്വരനും വേറെ. ആ സംസ്കാരമല്ല നമുക്കുള്ളത്. ഞാൻ പറഞ്ഞു, കാണുന്നവരൊക്കെ ഗുരുവായൂരപ്പനായിട്ട് മാറും. ആരെ കണ്ടാലും അത് ഗുരുവായൂരപ്പനായിട്ട് അല്ലെങ്കിൽ മഹാദേവനായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു ഈഗോയും ഇല്ലാതെ, ഒരു വലിപ്പ ചെറുപ്പവും ഇല്ലാതെ അങ്ങനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം നിങ്ങളുടെ മഹാദേവന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളുണ്ട്. ഞാൻ അവിടെ പോയിട്ടാണ് വന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി. ഭഗവാൻ ഒരു ഈഗോ ഇല്ലാന്ന് തെളിയിച്ച ആളാ ആ മകൻ. കുട്ടി വലുതായപ്പോ സ്കൂളിൽ വിട്ടു. കാണാവുന്ന ഏറ്റവും നല്ല ടീച്ചർ ബ്രഹ്മാവാണ്. പാർവതി പറഞ്ഞു നമുക്ക് ബ്രഹ്മാവിന്റെ സ്കൂളിൽ ചേർക്കാം, നല്ല പഠിപ്പാണ് അവിടെ. കാർത്തികേയനെ അങ്ങ് വിട്ടു. കാർത്തികേയൻ അവിടെ വിട്ടപ്പോ ബ്രഹ്മാവ് ക്ലാസ് തുടങ്ങി. അപ്പൊ ഒരു കാര്യം എനിക്ക് ആദ്യം തന്നെ സംശയം, ഈ ഓങ്കാരത്തിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരും, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി പഠിപ്പിക്കാനൊക്കെ നടക്കും. അപ്പൊ ഈ പറയുന്ന ബ്രഹ്മാവിന് ഓങ്കാരത്തിന്റെ അർത്ഥം അറിയില്ല. കുറെ നോക്കണം, ഒരു നിർത്തിയില്ല. ഓങ്കാരത്തിന്റെ അർത്ഥം അറിയാതെയാണ് താൻ നിൽക്കേണ്ട സൃഷ്ടിയൊക്കെ ചെയ്തുകൊണ്ട് അതിനെ പിടിച്ച് കൂട്ടിയിട്ടു. എന്നിട്ട് ഇങ്ങോട്ട് പോയാൽ നോക്കി 10 മണിക്ക് സ്കൂളിൽ പോയ കുട്ടി 10 തിരിച്ചു വീണ്ടും കൈലാസിക്ക് വന്നു. അമ്മ ചോദിച്ചു മോനെ ക്ലാസ്സില്ലേ? ടീച്ചർക്കൊന്നും അറിയില്ല. ടീച്ചർ അവിടെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. അച്ഛൻ വന്നു. അമ്മ പോയി പരാതി പറഞ്ഞു അച്ഛനടുത്ത്, പഠിപ്പിക്കാൻ പറ്റ ആളെ കൂട്ടിയിട്ടിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളായി നിങ്ങൾ പാടായി, ഞാനൊന്നും ഇല്ലാത്തോണ്ട് അമ്മ തിരിച്ചുപോയി. അച്ഛനാണ്, അമ്മയല്ല, മഹാദേവനാണ് അല്ലെ. ഭഗവാൻ ജഗദ്ഗുരുവാണ്. ഭഗവാൻ കാർത്തികേയനെ പിടിച്ചിട്ട് ചോദിച്ചു തറയും മോനെ എന്താണ് ചെയ്തേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ? ബ്രഹ്മാവ് വയസ്സായ ആളല്ലേ, നീ കുട്ടിയല്ലേ, പ്രായത്തെ ബഹുമാനിക്കണ്ടേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അച്ഛ അദ്ദേഹത്തിന് ഓങ്കാരത്തിന്റെ അർത്ഥം അറിയില്ല. ഓങ്കാരത്തിന്റെ അർത്ഥം അറിയാതെ എന്ത് സൃഷ്ടിയാണ് അദ്ദേഹം നടത്തുന്നത്? അപ്പോ ഭഗവാൻ തിരിച്ച് ഉണ്ണിയോട് ചോദിച്ചു, കാർത്തികേയനോട്. ഇപ്പൊ ചോദിച്ചേ, ഭഗവാനോട് ചോദിച്ചു ഉണ്ണി നിനക്കറിയോ ഓങ്കാരത്തിന്റെ അർത്ഥം? എനിക്കറിയാം അച്ഛ. അച്ഛൻ ചോദിച്ചു ഉമ്മ പറയാ, വെറുതെ പറയാ, ഉണ്ണിക്ക് ഓങ്കാരത്തിന്റെ അർത്ഥം അറിയില്ല. എനിക്കറിയാലോ അച്ഛ, എന്നാ പറയൂ കേക്കട്ടെ.
അച്ഛൻ ചോദിച്ചു. ഉണ്ണി പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല, ഓങ്കാരത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാൻ ടീച്ചർ, അച്ഛൻ, കുട്ടി. അപ്പൊ എങ്ങനെ ഇരിക്കണം? ഗുരുവിന്റെ മുമ്പിൽ ശിഷ്യൻ ഇങ്ങനെ ഇരിക്കണം. ഭഗവാൻ, ഏത് ഭഗവാൻ? ലോകം മൊത്തം നമസ്കരിക്കുന്ന സാക്ഷാൽ കൈലാസനാഥനായിട്ടുള്ള ആ മഹാദേവൻ തന്റെ മുട്ട് മടക്കി ഇരുന്നു അത്രയാണ്. എന്നിട്ട് ഈ കുട്ടി എടുത്തിട്ട് ചുമലിൽ കയറ്റി വെച്ചു. എന്നിട്ട് ഈ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വായ പൊത്തിയിട്ട് പറഞ്ഞു, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഓങ്കാരത്തിന്റെ രഹസ്യം ഈ ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ സ്വാമി ആ ഭഗവാന്റെ കാതിൽ ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. അച്ഛന്റെ മോനല്ലേ, മോശം വരില്ലല്ലോ. ആ രൂപത്തിലുള്ള ഭഗവാനെ സ്വാമിനാഥൻ എന്ന പേരിൽ ആചരിക്കുന്നു. ഭഗവാൻ അച്ഛന് പോലും ഉപദേശം കൊടുത്ത ആളാ. അഷ്ടാവക്രൻ ഒരു മഹർഷിയുണ്ട് പുരാണത്തിൽ. അദ്ദേഹം അമ്മയുടെ ഗർഭത്തിലായിരുന്ന സമയത്ത് അച്ഛൻ വേദം ചൊല്ലുന്നത് കേട്ടപ്പോ ഗർഭത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പറയാം, അച്ഛാ നിങ്ങൾ പറയുന്നത് പൊട്ട തെറ്റാണ്, ഇങ്ങനെയൊന്നുമല്ല. അച്ഛന് കോംപ്ലക്സ് അടിച്ചു, ഈ സാധനം ഭൂമിയിലേക്ക് വന്നിട്ടില്ല, അപ്പോഴേ ഇതാണ് അതിന്റെ അവസ്ഥ, നീ 8 വാളുള്ളവരായിട്ട് ജനിക്കട്ടെ എന്ന് ശ്രമിച്ചു. തിരുത്തിയതിന്, അച്ഛനെ തിരുത്തിയതിന്. അവിടെയാണ് ഭഗവാൻ മാതൃക കാട്ടുന്നത്. സ്വന്തം മോനാണെങ്കിലും പഠിപ്പിച്ചു തരുമ്പോ എങ്ങനെ ഇരിക്കണം എന്ന് ഭഗവാൻ മഹാദേവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഷഷ്ടിയാണല്ലോ, ഭഗവാന്റെ കൂടെ ഒരു പേര് പരാമർശിക്കാതെ പ്രത്യേകിച്ച് ഹരിപ്പാട് ഞാൻ വന്ന് പോകുന്നത് ശരിയല്ല എന്നുള്ളത് ഭഗവാൻ തന്നെ ഓർമ്മിപ്പിച്ചതാണ് എന്ന് കരുതുന്നത് അവിടെ ലേഖനം പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ളൊരു ഭഗവാന്റെ പാരമ്പര്യം പിന്തുടരുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ആധ്യാത്മിക സദസ്സിലൂടെ, ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കർമ്മങ്ങളിലൂടെ, പാരായണത്തിലൂടെ, കഥാകഥനത്തിലൂടെ ഒക്കെ തന്നെ നിങ്ങളുടെ ആ ഗുരുവായൂരപ്പനാണ് സർവവും അല്ലെങ്കിൽ മഹാദേവനാണ് സർവവും എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവാൻ അവരോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാണുന്നവരിലെല്ലാം എങ്ങനെയാണോ എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളത്, ആ വരികൾ മാത്രമാണ് ബ്രഹ്മബോധം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പത് നാരായണ സ്തുതികൾ, യാതൊന്ന് ചെയ്യുന്നത് നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഈ ബോധം ഉണ്ടാവാൻ നിങ്ങൾക്ക് ആ മമ്മിയൂരപ്പനായിട്ടുള്ള ഈ തളിക്കരെ ആ ശ്രീലകത്ത് വാഴുന്ന ആ ഭഗവാൻ മഹാദേവൻ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ഒരു ധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഈ ഒരു പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ധ്യാന ശ്ലോകം സാധിക്കുമെങ്കിൽ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. ഭഗവാന്റെ ഈ ഒരു ധ്യാന ശ്ലോകം ഇത് ഭഗവാന്റെ മഹാദേവന്റെ വിശ്വരൂപ ദർശനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധ്യാന ശ്ലോകമാണ്. ഈ ധ്യാന ശ്ലോകം നമുക്ക് ചൊല്ലിയതിനു ശേഷം അവസാനിപ്പിക്കാം. ഇത് തുടങ്ങുന്നത് പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹകണകുസുമം ചന്ദ്രവജ്ഞർഹ നേത്രം കുക്ഷി സപ്തസമുദ്രം വക്രം ഷഠംഗം ദശാദിശവസനം ദിവ്യലിംഗം നമാമി എന്നാണ് ഈ സ്തോത്രം. ഇതിന്റെ അർത്ഥം വരുന്നത് ഭഗവാന്റെ പീഠം, ശിവലിംഗം ഇരിക്കുന്ന പീഠമാണ് ഈ ഭൂമി എന്ന് കരുതിക്കൊള്ളുക. മേഘങ്ങൾ ഭഗവാന് ധാര ചെയ്യാനുള്ള പാത്രങ്ങളാണ് എന്ന് കരുതിക്കൊള്ളുക. ഈ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ ദേഹത്ത് ചാർത്തിയിട്ടുള്ള പുഷ്പമാല്യങ്ങളാണ് എന്ന് കരുതിക്കൊള്ളുക. ആ നക്ഷത്രങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളൊക്കെ തന്നെ ആ ശിവലിംഗത്തിൽ അർച്ചിക്കപ്പെട്ടിട്ടുള്ള പുഷ്പങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ലോകത്ത് കാണുന്ന മുഴുവൻ സമുദ്രങ്ങളും ഭഗവാന്റെ ഉദരമാണ്, വയറാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ലോകത്ത് കാണുന്ന മുഴുവൻ പർവ്വതങ്ങളും കൊടുമുടികളും ഭഗവാന്റെ കൈകളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ലോകത്തിന് താഴെയുള്ള പാതാളം മുതലായ സകല ലോകങ്ങളും ഭഗവാന്റെ കാൽപാദങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഭഗവാന്റെ മുഖം വേദമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെയുള്ള ആ ദിവ്യലിംഗത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകം. ഒന്നുകൂടെ പാടാം. പീഠം യസ്യ ധരിത്രീ ജലധര കലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവജ്ഞർക്ക നേത്രം കുക്ഷിക് സപ്തസമുദ്രം ഭുജഗിരിശിഖിരം സപ്തപാതാളപാദം വേദം വക്രം ഷടംഗം ദശദിശവസനം ദിവ്യലിംഗം നമാമി.
ഗുരുവായൂരപ്പനാകുന്ന ആ മമ്മിയൂരപ്പന്റെ കൃപ കൊണ്ട് ഈ ഒരു ആധ്യാത്മിക പ്രഭാഷണം ഈ സത്രത്തിന്റെ 9ാം ദിവസം ഗുരുവായൂരപ്പനും രാധാദേവിയും ഒക്കെ ആവുന്ന നിങ്ങളുടെ മുമ്പിൽ ഇത്രയും സമയം വന്നിരുന്ന് സംസാരിക്കാൻ സാധിച്ചതിന് കാരണക്കാരനായിട്ടുള്ള ഗുരുവായൂരപ്പനെ വീണ്ടും 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 നമസ്കരിച്ചു തൊഴുന്നു. എങ്ങനെയാണോ പൂന്താനത്തിന്റെ കൂടെ, എങ്ങനെയാണോ കുറുകുരമ്മയുടെ കൂടെ, എങ്ങനെയാണോ വില്ലമംഗലത്തിന്റെ കൂടെ, എങ്ങനെയാണോ പേരറിയാത്ത എത്രയോ എത്രയോ അമ്മമാർക്കൊപ്പം ഇപ്പോഴും ആ ഗുരുവായൂർ ശ്രീലകത്ത് അമ്മേ നിങ്ങൾക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും ഒരു ചിരി കൊണ്ട് മാറ്റുന്ന ആ ഗുരുവായൂരപ്പന്റെ കാൽക്കീഴിൽ അദ്ദേഹത്തിനെ ആ പുണ്യഭൂമിയിൽ എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ച മമ്മിയൂരപ്പനായിരിക്കുന്ന തളിക്കലെ ഈ ശ്രീകോവിലിരിക്കുന്ന ശ്രീ മഹാദേവന്റെ കാൽക്കീഴിലും ഒരു താമരപ്പൂവായിട്ട് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.